സാന്നിധ്യത്തിൽ വന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഞാൻ യേശുക്രിസ്തുവിൻ നാമത്തിൽ വന്ദനം ചെയ്യും. തിങ്കളാഴ്ച തുടങ്ങിയ ഈ യോഗം ഇന്ന് ശനിയാഴ്ച വൈകിട്ടത്തേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. ഇവിടെ രാവും പകലും, രാവിലെ പകൽ മൊത്തവും വൈകിട്ടും യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രവൃത്തിക്ക് വേണ്ടി, ഒരു ഉണർവിന് വേണ്ടി നടത്തുന്ന യോഗമാണ്. അതിൽ ആത്മാവ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ശക്തമായിട്ട് ഇവിടെ വചനവും ശുശ്രൂഷിക്കുന്നുണ്ട്. ദൈവവചനത്തിൻ്റെ ആഴങ്ങൾ വിശദീകരിക്കാൻ ദൈവം തൻ്റെ ദാസന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. ഇന്ന് പകലും ഇവിടെ ആഴമായ ദൈവവചന ശുശ്രൂഷ നടന്നു. എബ്രായ ലേഖനത്തിൽ നിന്നും യേശുക്രിസ്തുവിൻ്റെ മഹത്വം പകൽ ഐസക് സാറ് വിശദീകരിക്കുകയുണ്ടായി. വളരെ നല്ലപോലെ വചനം പഠിച്ച് അതിൻ്റെ ആഴങ്ങൾ പുറത്തു കൊണ്ടുവരുന്ന ശുശ്രൂഷ. പ്രത്യേക വെളിപ്പാടുകളിലെയും വചനത്തിൻ്റെ എല്ലാ ആഴങ്ങളും കിട്ടുകയുള്ളൂ. സാധാരണ വായനയിൽ കിട്ടുകയില്ല. വെളിപ്പാടും ഗൗരവമായ വചന പഠനവും ആവശ്യമാണ്. അത് ദൈവം ഇവിടെ തന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സത്യത്തിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. കുറേ ആത്മീക രഹസ്യങ്ങളാണ് പ്രധാനമായിട്ടും ഇവിടെ പറയുന്നത്. അല്പരഹസ്യങ്ങളാണ്. രഹസ്യം എന്ന് ഞാൻ പറഞ്ഞാൽ രഹസ്യമായി വെച്ചേക്കാനുള്ള കാര്യമൊന്നുമല്ല. പൊതുവെ അത്രങ്ങോട്ട് പ്രകടമല്ലാത്ത ആളുകൾ, അധികം പഠിപ്പിക്കാത്ത, കൈകാര്യം ചെയ്യാത്ത മണ്ഡലങ്ങളെയാണ് നമ്മളിവിടെ പറയുന്നത് എന്നുള്ളത് ഒന്നുകൂടെ ഓർപ്പിക്കുക. ഇവിടെ രാത്രി യോഗങ്ങളിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അത് പിന്നെ മാറും, അടുത്ത കാര്യത്തിലേക്ക് പോകും. പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എപ്പോഴും ജയിച്ച് ജീവിക്കുന്ന ജീവിതം, എല്ലാറ്റിലും ജയിച്ച് ജീവിക്കുന്ന ജീവിതം. അപ്പം അങ്ങനെയുള്ളൊരു ജീവിതത്തിൻ്റെ അടിസ്ഥാനം, അതിന് മാർഗം എന്നെ സംബന്ധിച്ചാണ് നമ്മൾ പറയും. ഇതെല്ലാം സത്യമാണ്, അല്ലാതെ കുറേ കേവലം ശാസ്ത്രങ്ങളല്ല. ആത്മാവ്, പരിശുദ്ധാത്മാവ് പഠിപ്പിച്ച് കൊണ്ടുപോയ കുറേ പാഠങ്ങളാണ്. ഒരു ദിവസം ഞാൻ ഒരു സ്ഥലത്ത് കുറച്ച് നാൾ പാസ്റ്ററായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഒരു ഭവന സന്ദർശനത്തിന് പോയി. ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഒരു ഭവന സന്ദർശനത്തിന് പോയി. അപ്പം അവിടെ ആ വീട്ടുകാരി സ്ത്രീ, അവർക്ക് അന്നൊരു 3 വയസ്സുള്ള കുട്ടിയുണ്ട്, പെൺകുട്ടി. അവിടെ ചെന്നപ്പം ഞങ്ങളോട് പറയുകയാണ്, എൻ്റെ മോള് പറയുകയാണ്, എനിക്ക് ജീവിക്കണ്ട, എനിക്ക് മരിച്ചാൽ മതി. 3 വയസ്സുള്ള കുട്ടി, ജീവിക്കണ്ട, മരിച്ചാൽ മതി. ഞാൻ പറഞ്ഞു, നിൻ്റെ കൊച്ചിന് ഭൂതമാണ്. അപ്പോൾ അങ്ങനെ തുടങ്ങിയതാണ് ഈ ആത്മലോകത്തെ സംബന്ധിച്ചുള്ള പഠനം. അങ്ങനെ അവിടെ തുടങ്ങിയതാണ്. അത് പിന്നെ ആത്മാവിങ്ങനെ പല വചനം തന്നത് മാത്രമല്ല, ഒരുപാട് അനുഭവങ്ങളിലൂടെ കൊണ്ടുപോയി ഉള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞുകൊണ്ട്. അപ്പം ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഒരല്പകാര്യം 2 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം വായിച്ചുകൊണ്ട് നമുക്കൊന്ന് തുടങ്ങാം. 2 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം.
സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. നമ്മൾ വചനത്തിൽ നിന്ന് പരിശോധിച്ചൊരു കാര്യം, നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, നിങ്ങൾക്കൊരു ശത്രുവുണ്ട്. നിങ്ങൾ അറിഞ്ഞാലും ശരി ഇല്ലേലും ശരി, നിങ്ങൾക്കൊരു ശത്രുവുണ്ട്. ആ ശത്രുവിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മളെ മുടിക്കുക എന്നുള്ളതാണ്. അതല്ലേ നമ്മൾ പറഞ്ഞു വന്നത്. വചനം വരെ നമ്മൾ കണ്ടു, നമ്മളെ മുടിക്കണം, ഇല്ലായ്മയാണ്. അപ്പം അങ്ങനെയുള്ള ആ പിശാച്, അതിൻ്റെ ആളുടെ പേരാണ് പിശാച്. പിശാച് എന്ന് പറയുന്ന വേറൊരു പേരാണ് സാത്താൻ. അപ്പം ആ സാത്താൻ ഇവിടെ പറയുന്നത് നിങ്ങളെ തോൽപ്പിക്കരുത്. ആത്മജീവിതം നമ്മൾ പറഞ്ഞിട്ടുണ്ട് തോൽവിയുടെ ഒരു ജീവിതമല്ല. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിട്ടുള്ള വാക്യങ്ങൾ നമ്മൾ ഉദ്ധരിച്ചത് ഒന്നുകൂടെ ഞാൻ പറഞ്ഞാൽ, ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്നത്, യാതൊരു കാരണവശാലും എന്തോന്നെല്ലാം സംഭവിച്ചാലും ഈ ആത്മജീവിതത്തിൽ തോൽപ്പിക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് പൂർണ്ണ ജയം തരുന്നു. പൂർണ്ണ ജയം. അപ്പം അങ്ങനെയുള്ള ഒരു മണ്ഡലം, അതിൻ്റെ സാധ്യതകളും ന്യായങ്ങളും ഒക്കെ നമ്മൾ വചനത്തിൽ നിന്ന് പറഞ്ഞു. എല്ലാം പറഞ്ഞെന്നല്ല, കുറച്ച് കാര്യം പറഞ്ഞു. എന്നിട്ടിപ്പം പറയുകയാണ്, ആ സാത്താൻ, നമ്മുടെ ശത്രുവായ ഈ സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. എന്നിട്ട് പറഞ്ഞ അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. അവൻ്റെ തന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞത് ഭയങ്കര യുദ്ധമാണ്, ശരിക്കും യുദ്ധമാണ്. അല്ല സാധാരണ കാര്യമല്ല. നമ്മളെ കൊല്ലാൻ വരുന്നു എന്ന് പറഞ്ഞ യുദ്ധമല്ലേ അല്ലേ? യുദ്ധത്തിൽ അവസാനം ശത്രുവിൻ്റെ ആഗ്രഹം മുടിക്കണം, നശിപ്പിക്കണം. അപ്പം നമ്മളെ വിഴുങ്ങാൻ കൊല്ലാൻ വരുന്നു എന്ന് പറഞ്ഞാൽ യുദ്ധമാണ്. അപ്പം അതിൻ്റെ യുദ്ധതന്ത്രങ്ങൾ നാം അറിഞ്ഞിരിക്കണം. എന്ത് തന്ത്രമാണ് അയാൾ ഉപയോഗിക്കുന്നത്, അയാളുടെ ഉദ്ദേശം എന്താണെന്ന്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജി എന്താണെന്നാണ് കഴിഞ്ഞ രാത്രി നമ്മൾ വിശദീകരിച്ചത്. കുറേ സ്ട്രാറ്റജീസ് ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെ സംബന്ധിച്ച് രാത്രി ഇന്നലെ പറഞ്ഞു വെച്ച് ഇന്നിപ്പോൾ നമ്മൾ നോക്കുന്നത് അയാളുടെ യുദ്ധതന്ത്രം എന്താണ്, നമ്മെ തോൽപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾ എന്തൊക്കെ. എന്തിനറിയുന്നത്? സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, മറിച്ച് പറഞ്ഞാൽ എനിക്ക് ജയിക്കണം, എപ്പോഴും ജയിക്കണം, എല്ലാത്തിലും ജയിക്കണം. അങ്ങനെ തീരുമാനം വാസ്തവത്തിൽ നമ്മൾ എടുത്തിട്ടുണ്ടോ? ജീവിതത്തിൽ ഒരു കാരണവശാലും തോക്കില്ല. പലരും പറഞ്ഞിട്ടില്ലായിരിക്കും, ആത്മീയമായിട്ട് ഇങ്ങനെ പോകുന്നല്ലേ ഉള്ളൂ. പക്ഷെ യാഥാർത്ഥ്യങ്ങൾ, ആത്മലോകത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞാൽ നിർബന്ധമായി തീരുമാനമെടുക്കണം, ഒരു കാരണവശാലും ഞാൻ തോൽക്കില്ല, എനിക്ക് തോൽക്കേണ്ട ആവശ്യം ഇല്ല. അതിന് ന്യായങ്ങൾ പറഞ്ഞ ഓർമ്മയുണ്ടോ? ദൈവം എനിക്ക് അനുകൂലം, യേശുക്രിസ്തു എനിക്ക് വേണ്ടി മധ്യസ്ഥം ചെയ്യുന്നു, പരിശുദ്ധാത്മാവ് എനിക്ക് തുണ നിൽക്കുന്നു, മുഴു സ്വർഗവും എനിക്ക് അനുകൂലം. പിന്നെ എനിക്ക് തോക്കേണ്ട കാര്യം എന്താണ്? യേശു പിശാചിനെ തോൽപ്പിച്ച് ആയുധവർഗം വെപ്പിച്ച് ജയ ഉത്സവം കൊണ്ടാടി വാഴ്ചകളെയും അധികാരങ്ങളെയും തോൽപ്പിച്ചിരിക്കുന്നു. എനിക്ക് പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ അധികാരം തന്നിരിക്കുന്നു. ആ ഒന്നും എനിക്ക് കേടുവരുത്തില്ല എന്ന് വചനം തറപ്പിച്ച് പറഞ്ഞിരിക്കുന്നു. പിന്നെ ഞാൻ എന്തിനു തോക്കണം? എന്തിലും അറിയണം. പറഞ്ഞ ഓർമ്മയില്ലേ? കഴിയുമെങ്കിൽ മൃതന്മാരെയും തോൽപ്പിക്കാനായി സദാസമയം നടക്കുന്ന ഒരു ശത്രുവുണ്ട്. എങ്ങോട്ട് തിരിഞ്ഞാലും അയാളുടെ പദ്ധതി എന്നെ തോൽപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തീരുമാനിച്ച് പറയണം, ഒരു കാരണവശാലും പിശാചെ ഞാൻ തോക്കില്ല. തോക്കാൻ ഞാൻ വിസമ്മതിക്കുന്നു, ജയിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. ജയത്തിന്റെ സാധ്യതയാണ് എനിക്കുള്ളത്, അതുകൊണ്ട് ഞാൻ തോക്കില്ല. അങ്ങനെ പിശാചിനോടൊന്ന് പറയാൻ പറ്റുമോ?
ഈ ശത്രുവിനോടെ നിനക്കെന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. ഞാൻ തോക്കില്ല, ഞാൻ ജയിക്കും, എപ്പോഴും ജയിക്കും, എല്ലാത്തിനും ജയിക്കും എന്ന് പറയാൻ പറ്റുമോ? ഞാൻ വല്ലതും പറയുന്നുള്ള അതൊക്കെ ഇതുള്ള സത്യമാണ്. സത്യമാണെങ്കിലേ ജയിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണെങ്കിൽ ആ പുള്ളിയോടെ പറയണം, ഞാൻ ജയിക്കാൻ പോവാം, ജയിക്കും എന്ന് തീർത്ത് പറയണം. നിങ്ങളോട് തന്നെ പറയണം, ഞാൻ തോക്കില്ല, ഞാൻ ജയിക്കും. വേറൊന്നും പറയാമോ? ഞാനീ പറയുന്ന കാര്യം വല്ല വിശ്വസിക്കുന്നെങ്കിൽ പറ, വിശ്വസിക്കുന്നില്ല പറയണ്ട. പിശാചേ നിനക്കെന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. പറയാമെങ്കിൽ പറ, അധികാരത്തോടെ പറയാമെങ്കിൽ പറയൂ, പിശാചേ നിനക്കെന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. അത്രയുള്ളോ? ഞാൻ തോൽക്കില്ല എന്ന് ഹൃദയത്തോടൊന്ന് പറയാൻ പറ്റുമോ? ഞാൻ തോക്കില്ല. യേശുക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശു മുഖാന്തരം ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. എപ്പോഴും ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. എല്ലാറ്റിലും ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് ജയിക്കാൻ തീരുമാനിച്ചവർക്ക് വേണ്ടിയുള്ള യോഗമാണ്. സ്തോത്രം. ദൈവത്തോടും കളിക്കരുത്, പിശാചിനോടും കളിക്കരുത്. രണ്ട് കാര്യം ഒന്നുകൂടെ പറയാണ്. ദൈവത്തോടും കളിക്കരുത്, പിശാചിനോടും കളിക്കരുത്. ജീവിതം ഗൗരവമാണ്. ജീവിക്കാൻ ദൈവം തന്നിരിക്കുന്നതാണ്, ജയിക്കാൻ ദൈവം തന്നിരിക്കുന്നതാണ്. അതുകൊണ്ട് അല്പകാര്യം പറയാൻ പോകണം. ഇയാളെ ഉപയോഗിക്കുന്ന അയാളുടെ തന്ത്രം, യുദ്ധതന്ത്രം, അതാണ് പറഞ്ഞത്. വാർ സ്ട്രാറ്റജി, യുദ്ധതന്ത്രം എന്താണ്? അല്ലെങ്കിൽ അയാളുടെ കയ്യിലിരിക്കുന്ന ആയുധങ്ങൾ എന്തൊക്കെയാണ്? യുദ്ധം ചെയ്യാൻ ആയുധമാണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പം അയാളുടെ കയ്യിലിരിക്കുന്ന ആയുധം എന്താണ്? 20,000 വരുന്നവനോട് 10,000 എതിർപ്പാൻ മതിയോ എന്ന് നോക്കണമെന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? നമ്മളിവിടെ പറഞ്ഞ വാക്യമാണ്. അപ്പം അതിനെ കൈകാര്യം ചെയ്യാൻ എൻ്റെ പക്കൽ ശക്തി ഉണ്ടോ എന്ന് സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം, ഉറപ്പുവരുത്തണം. യുദ്ധം റിയലാണ്, ശരിക്കും റിയലാണ്. ഇനി എന്തോന്നാണ് ഈ യുദ്ധം എന്ന് പറഞ്ഞാൽ അത് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു വെച്ച് പോവാം. ഇല്ലെങ്കിൽ പിന്നെ ആരും കഴിക്കും എന്തോന്നാ ഈ യുദ്ധം. സാധാരണ യുദ്ധം വേദപുസ്തകത്തിൻ്റെ വാക്കാണ്. യുദ്ധം എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമുക്ക് പോരാട്ടം ഉണ്ട്, നിന്നെ കൊല്ലാമെന്ന് വീഴുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് യുദ്ധമാണ്. യുദ്ധം എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ നേരിട്ട് അധികം പേര് അന്ന് യുദ്ധക്കളത്തിലൊന്നും പോയിട്ടില്ല. എന്നാലും ഞാൻ വളരെ ബാലനായിരുന്ന കാലത്ത് ചൈന നമ്മെ ആക്രമിച്ച കാലം ഞാൻ ഓർക്കും. പള്ളിക്കുത്തി പഠിക്കുകയാണ്. അന്ന് ഞങ്ങൾ പിള്ളേരെ എല്ലാം തെരുവിലിറക്കി അതിന് മുദ്രാവാക്യം എല്ലാം വിളിച്ചുകൊണ്ട് പോയ ഒരു കാലം എൻ്റെ പ്രായമൊക്കെ ഉള്ളവർക്ക് കുറച്ച് പേർക്ക് അറിയാമായിരിക്കും. ചൈന യുദ്ധം ചെയ്തു. പാകിസ്ഥാനുമായിട്ട് ഇന്ത്യക്ക് യുദ്ധം ഉണ്ടായില്ലേ? അങ്ങനെ യുദ്ധങ്ങൾ പലതും നമ്മുടെ രാജ്യം തന്നെ കണ്ടിട്ടുണ്ടല്ലോ. അല്ല, നമ്മുടെ രാജ്യത്തല്ലാതെ വേറെ പല രാജ്യങ്ങൾക്ക് എന്തുമാത്രം യുദ്ധങ്ങൾ നമ്മുടെ കാലത്ത് നടന്നു. ഇപ്പോഴും ചില രാജ്യത്ത് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയല്ലേ? അപ്പം യുദ്ധത്തിന് പ്രധാനമായും 2 ഭാഗമാണുള്ളത്. യുദ്ധത്തിൻ്റെ 2 ഭാഗം എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ ഭാഗം, ഇപ്പം നമുക്കൊരു വേറൊരു രാജ്യം നമ്മളോട് യുദ്ധത്തിന് വരുന്നതിരിക്കട്ടെ. യുദ്ധത്തിന് വന്നാൽ അതിനെ പ്രതിരോധിക്കണം. അല്ലേ? യുദ്ധം എന്ന് പറഞ്ഞാൽ പ്രതിരോധിക്കണം. അപ്പോൾ അത് ഒന്നാം ഭാഗം, പ്രതിരോധം. പ്രതിരോധം എന്ന് പറഞ്ഞാൽ അവരെതിർക്കാൻ വന്നാൽ ചെറുക്കുക. ഞങ്ങളുടെ രാജ്യത്തിൻ്റെ അതിർത്തിക്കകത്ത് കടക്കാൻ പാടില്ല, പുറത്തു നിന്നോ.
ഇതിനകത്തൊരു കേടും വരുത്താൻ പാടില്ല. ഇതിനകത്തുനിന്ന് ഒറ്റ ആളെയും പിടിച്ചോണ്ട് പോകാൻ പാടില്ല. ഞങ്ങളുടെ ഒരു സമ്പത്ത് നശിപ്പിക്കാൻ പാടില്ല. ഞങ്ങളുടെ രാജ്യത്തിന് കേടുവരുത്തുന്ന ഒരു സംഗതിയും ചെയ്യാൻ പാടില്ല. ചെയ്യാൻ വന്നാൽ നിന്നെ ചെറുക്കും. നിന്നെ ഇങ്ങോട്ട് കേട്ടില്ല. ഇതല്ലേ യുദ്ധത്തിൻ്റെ തന്ത്രം? അതല്ലേ? അനങ്ങാതിരുന്നാൽ അവർ കയറും, അടിക്കും, കൊണ്ടുപോകും. എനിക്ക് യുദ്ധമൊന്നും ഇഷ്ടമല്ലെന്ന് പറഞ്ഞിരുന്നാൽ മുടിയും. കാരണം ശത്രു ഉണ്ട്, ശത്രു പണി ചെയ്യാണ്. അത് ആ പ്രതിരോധമാണ് ഒന്നാം ഭാഗം. ഇതല്ലേ 1 പത്രോസ് 5-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം പറഞ്ഞത്? എന്താണ് 1 പത്രോസ് 5-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം? 8-9 നിർമ്മലരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാചാകുന്ന സിംഹമെന്ന പോലെ ആരെ വിഴുങ്ങണ്ട് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. ലോകത്തിലുള്ള സഹോദരവർഗത്തിന് അതേ കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പീൻ. പ്രതിരോധം ഒന്നാം ഭാഗം. അപ്പൊ അതിന്റെ തത്വം ഒന്നുകൂടെ പറയുന്നു. രാജ്യത്ത് കയറാൻ പാടില്ല. ഞാൻ ദൈവരാജ്യമാണ്, എൻ്റെ കുടുംബം ദൈവരാജ്യമാണ്, എൻ്റെ സഭ ദൈവരാജ്യമാണ്. അപ്പം അതിൻ്റെ അർത്ഥം എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീടിന് എൻ്റെ കുടുംബത്തിന് ഒരു കേടും വരുത്താൻ പാടില്ല. എനിക്കാകട്ടെ, എൻ്റെ ഭാര്യയ്ക്കാകട്ടെ, എൻ്റെ മക്കൾക്കാകട്ടെ കേടുവരുത്താൻ പാടില്ല. ഞങ്ങളുടെ സമ്പത്ത് അപഹരിച്ചുകൊണ്ട് പോകാൻ പാടില്ല. ഞങ്ങളുടെ സമാധാനം അപഹരിച്ചുകൊണ്ട് പോകാൻ പാടില്ല. ഞങ്ങളുടെ കുട്ടികളെ അപഹരിച്ചുകൊണ്ട് പോയി പിശാചെ നിന്റെ പാളയത്തിൽ കൊണ്ടുപോകാൻ പാടില്ല. ഞങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കുന്ന മനുഷ്യരാണ്. ഈ ജീവിക്കുന്ന മണ്ഡലത്തിൽ നിന്ന് എന്നെ ആകട്ടെ, എൻ്റെ ഭാര്യയെ ആകട്ടെ, അല്ല ഭാര്യ പറയാം എൻ്റെ ഭർത്താവിനെ ആകട്ടെ, ഒരെണ്ണത്തിനെയായിട്ട് കൊണ്ടുപോയി തിന്മയ്ക്ക് വിടാൻ നിന്നെ സമ്മതിക്കില്ല. സ്തോത്രം. എൻ്റെ ആരോഗ്യവും പ്രധാനമാണ്. ദൈവമാണ് എനിക്ക് ആരോഗ്യം തന്നിരിക്കുന്നത്. സൗഖ്യം ദൈവം നൽകുന്ന അവകാശമാണ്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ രോഗസൗഖ്യം ഉണ്ട്. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണ്. ആരോഗ്യം തരുന്ന ദൈവമാണ്. അതുകൊണ്ട് എൻ്റെ ആരോഗ്യത്തെയും കേടുവരുത്താൻ സമ്മതിക്കില്ല. എൻ്റെ ഭവനവും ദൈവത്തിൻ്റെ വകയാണ്. എനിക്ക് തന്ന സമ്പത്തും ദൈവത്തിൻ്റെ വകയാണ്. അല്ല, ഞാൻ പോകുന്ന ദൈവസഭ വിശുദ്ധന്മാരുടെ ഒരു സംഘമാണ്. അതിനകത്ത് നീ വന്ന് നിന്റെ ചരക്കുകൾ അതിനകത്ത് കൊണ്ടിട്ട് ആളുകളെ മലിനരാക്കാൻ നിന്നെ സമ്മതിക്കില്ല. ഞാൻ സൂക്ഷിക്കും. ഞാൻ പട്ടാളക്കാരനാണ്. ഞാൻ ആത്മലോകത്തിന്റെ പട്ടാളക്കാരനാണ്. എൻ്റെ സഭയെ സംരക്ഷിക്കുന്ന ജോലിയും എനിക്ക് ഉണ്ട്. അവിടെ നീ കയറി ഒറ്റ വീട്ടിൽ ശല്യം ചെയ്യാൻ നിന്നെ സമ്മതിക്കില്ല. നീ വന്നാൽ നിന്നെ ചെറുക്കും. ഒന്നുകൂടെ പറയാം, നീ വന്നാൽ നിന്നെ ചെറുക്കും. എൻ്റെ വീട് മാത്രമല്ല, എൻ്റെ സഭയിൽപ്പെട്ട കുടുംബങ്ങളെയും അപഹരിച്ചുകൊണ്ട് പോകാൻ എന്ന് വെച്ചാൽ അശുദ്ധരാക്കാൻ, പാപികളാക്കാൻ, പിന്മാറ്റക്കാരാകാൻ, തെറ്റിയിക്കാൻ, തിന്മ ചെയ്യിക്കാൻ നിന്നെ അനുവദിക്കില്ല. ചെറുക്കും. അതാണ് പ്രതിരോധം. ആമേൻ. അതൊരു ഭാഗം. രണ്ടാം ഭാഗം, ഈ പ്രതിരോധം കൊണ്ട് മാത്രം ഇരുന്നാൽ യുദ്ധത്തിൽ എന്തായാലും കുറെ പ്രശ്നങ്ങളുണ്ട്. യുദ്ധം എന്ന് പറഞ്ഞാൽ അങ്ങ് സുഖമാണോ? ഒന്നും അല്ലല്ലോ. എന്തായാലും ശത്രു അടിക്കാൻ വരുമ്പം സ്വല്പം അടിയൊക്കെ ഉണ്ട് അതിനകത്ത്. ചിലപ്പോൾ ഇച്ചിരി മുറിവൊക്കെ ഏറ്റുന്ന് വരാം. എന്തായാലും കുറെ നഷ്ടം യുദ്ധസമയത്ത് ഉണ്ടാവുമല്ലോ. പണം കുറെ മുടങ്ങുമല്ലോ.
ഇല്ലേ? കുറെ ആയുധങ്ങൾ നഷ്ടമാവില്ലേ? അപ്പം യുദ്ധം അങ്ങോട്ട് പ്രതിരോധം മാത്രം ചെയ്താൽ നമുക്ക് പിടിച്ചു നിൽക്കാം. എന്നിരിക്കലും കഷ്ടനഷ്ടങ്ങൾ അതിനകത്ത് ഉണ്ട്. അതിന് ചെയ്യേണ്ട കാര്യം അങ്ങോട്ട് കയറി ആക്രമണം നടത്തുക എന്നുള്ള ആക്രമണം എന്ന് പറഞ്ഞാൽ ശത്രു രാജ്യത്തിന് അകത്തേക്ക് കയറണം, അവൻ്റെ അതിർത്തിക്കകത്ത് കയറണം. കയറി എന്ത് ചെയ്യണം? കുറച്ച് ദേശം പിടിച്ചെടുക്കണം, കുറച്ച് പട്ടണം പിടിച്ചെടുക്കണം, അവിടുത്തെ സ്വത്ത് പിടിച്ചെടുക്കണം, അതിനകത്തുള്ള ആളുകളെ പിടിച്ചുകൊണ്ട് പോകണം. അപ്പം ആ അതിർത്തിക്കകത്ത് നമ്മുടെ ഒരു ഭരണം കൊണ്ട് സ്ഥാപിക്കണം. സാധാരണ യുദ്ധത്തിൻ്റെ തന്ത്രമായി പറയുന്നത് അതിനല്ലേ യുദ്ധം ചെയ്ത് പിടിച്ചെടുക്കാനല്ലേ? അല്ല ചുമ്മാ മേല് നോക്കിക്കാനും വഴക്കുണ്ടാക്കാനുമാണ് യുദ്ധം. യുദ്ധം എന്ന് പറഞ്ഞാൽ ചുമ്മാ വഴക്കുണ്ടാക്കാനല്ല. യുദ്ധം എന്ന് പറയുന്നത് അവരുടെ രാജ്യത്തെ പിടിച്ചെടുക്കുക, ദേശം കൈവശപ്പെടുത്തുക, ടെറിറ്ററി നമ്മുടെ പക്കലാക്കുക, എന്നിട്ട് ആ രാജ്യത്തിൻ്റെ ഭരണം അവിടെ കൊണ്ടുപോയി ആക്രമിക്കുന്ന രാജ്യത്തിൻ്റെ ഭരണം അവിടെ സ്ഥാപിക്കുക. ഇതാണ് ആക്രമണം. ആത്മാർത്ഥത്തിൽ പറഞ്ഞാൽ മത്തായി സുവിശേഷം 12-ാം അധ്യായം 29-ാം വാക്യം. ഞാനീ പറയുന്നത് വചനപ്രകാരമുള്ളതാണ്, എന്നാലും ഈ സെക്കുലർ ഈ ലോക വാക്കുകളിൽ അത് ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മത്തായി 12:29 എന്താണ് വാക്യം? ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവന്റെ വീട്ടിൽ കടന്ന് അവന്റെ കോപ്പ് കവർന്നു കളവാൻ എങ്ങനെ കഴിയും? പിടിച്ചു കെട്ടിയാൽ പിന്നെ സാധിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും വീട്ടിൽ പോയി അവരെ പിടിച്ചു കെട്ടിയിട്ടിട്ട് വീടും കവർന്നുകൊണ്ട് പോരണമെന്ന് പറയുന്നതിന്റെ അർത്ഥം അതല്ല. എൻ്റെ അർത്ഥം യേശു അവിടെ പറഞ്ഞത്, യേശു ഭൂതങ്ങളെ പുറത്താക്കുന്നു. മനുഷ്യരെ ബാധിക്കുന്ന ഭൂതങ്ങളെ പുറത്താക്കും, കുടുംബങ്ങളെ ബാധിക്കുന്ന ദുർഭൂത ശക്തികളെ പുറത്താക്കും, ഭൂതം കൊണ്ടുവന്ന രോഗശക്തികളെ ഇല്ലായ്മ ചെയ്തു. ഒരു സ്ത്രീക്ക് രോഗം വന്നപ്പോ അതിന്റെ നടു വളയിച്ചു കളഞ്ഞു. ഒരുത്തന് ഭൂതം വന്നപ്പോ അവനെ സുബോധം നഷ്ടപ്പെടുത്തിയവനായി കല്ലറകളിൽ താമസിപ്പിക്കുന്നവനാക്കി. വീട്ടിൽ താമസിക്കാതെ, തുണി കൊടുക്കുകയില്ല, കല്ലെടുത്ത് തന്നെത്താൻ ഇടിച്ച് ചതയ്ക്കും. യേശു പറഞ്ഞു ഇറങ്ങാൻ പറഞ്ഞു, പുറത്തുപോയി. വേറത്തിന് ഭൂതം വന്നപ്പോ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ശനി വന്നു, കൂടെ ശനി വരും, നിലത്ത് വീഴും, ചിലപ്പോ തീക്കകത്ത് വീഴും, അങ്ങനെ വലിയ വിപത്ത് വരുത്തും. അപ്പൊ അങ്ങനെ നാശം ചെയ്യുന്ന ഈ പിശാചിന് ഭൂതത്തെ യേശു പുറത്താക്കി. അപ്പൊ അവര് പറഞ്ഞു ഇത് ഭൂതത്തിന്റെ ശക്തി കൊണ്ട് ചെയ്യുന്നതാണ്. യേശു പറഞ്ഞു അതങ്ങനെ പറ്റും, ഞാൻ അതിനെ പുറത്താക്കുകയാണ്. പുറത്താക്കുക എന്ന് പറഞ്ഞാൽ പറഞ്ഞതിന്റെ തത്വം ഇതാണ്, വീട് കാത്തുകൊണ്ടിരിക്കുന്ന ബലവാനായ ഒരുത്തൻ അവൻ കാത്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ട് ചെന്ന് അവനെ പിടിച്ചു കെട്ടി ഒരു മൂലയ്ക്ക് ഒതുക്കി വെച്ച് പറയും മിണ്ടിപ്പോരുത്, ആണെങ്കിൽ ഈ വീടിനെ സ്വതന്ത്രമാക്കാൻ, നമ്മുടെ ഭാഷയ്ക്ക് അവരെ നശിപ്പിക്കാനല്ല, ഇതിനെ സ്വതന്ത്രമാക്കാൻ. എങ്ങനെ സ്വതന്ത്രമാക്കാൻ? ഇപ്പറഞ്ഞതുപോലെ ഭൂതം വരുത്തിയ നാശത്തിൽ നിന്ന് സ്വതന്ത്രമാക്കാൻ, മന്ത്രവാദ ശക്തികൾ വരുത്തിയ നാശത്തിൽ നിന്ന് സ്വതന്ത്രമാക്കാൻ, രോഗം വരുത്തിയ ദണ്ഡനത്തിൽ നിന്ന് സ്വതന്ത്രമാക്കാൻ എന്നെ പറഞ്ഞു വിട്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ കുടുംബത്തെ ഞാൻ സ്വതന്ത്രമാക്കും, ഈ വ്യക്തിയെ ഞാൻ സ്വതന്ത്രമാക്കും. ജീസസ്, അവർ യേശുവിന്റെ നാമത്തിൽ രക്ഷിക്കപ്പെടും. പിശാചിന്റെ ആധിപത്യം ഭരണം ഈ വീട്ടിൽ അവസാനിപ്പിക്കും. ഇവിടെ രാജാവായി യേശുവിനെ വാഴിക്കും. അവർ സ്നാനമേൽക്കും, അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കും. ഇവിടെ ദുർഭൂത ശക്തികൾ വാണിടത്ത്
സ്വർഗരാജ്യത്തിന്റെ മഹത്വം ഈ വീട്ടിൽ വസിക്കും. അങ്ങനെ ഈ ദേശം, ഈ കുടുംബം ദൈവത്തിന്റെ വകയാക്കി രൂപാന്തരപ്പെടുത്തും. അതാണ് ആക്രമണം. സ്തോത്രം. ഇതാണ് സ്പിരിച്വൽ വാർ. സ്പിരിച്വൽ വാർ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് ഞാൻ ഒന്ന് തെളിച്ചു പറയാം. സ്തോത്രം. ഇത് രണ്ടും നടക്കണ്ടേ? വേണ്ടേ? നമുക്ക് കേടുവരാതെ നമ്മളെയും നമ്മുടെ കുടുംബത്തെയും സൂക്ഷിക്കട്ടെ. ആവശ്യമല്ലേ? പോകുന്ന വഴിക്കെല്ലാം നമ്മളെ ഞോണ്ടി കേടും വരുത്തി, അങ്ങോട്ട് പോയാൽ ഒരു ഇടിയെന്ന്, ഇങ്ങോട്ട് വന്നാൽ ഒരു ഇടിയിട്ട്, ഇങ്ങനെയാണോ ജീവിക്കേണ്ടത്? അവൻ ഇടിക്കാൻ ഒരു പേടി തോന്നണം. പറയാണ് പിശാചിന് ഇടിക്കാൻ പേടി തോന്നണം. ഇടിക്കാൻ വന്ന് ഒറ്റ ഇടിക്ക് അവന്റെ ബലം കെടുത്താണ്. തിരിച്ച് മേല് നോവുമെന്ന്, ഇടി കിട്ടുമെന്ന് പിശാചിനും ദുർഭൂതങ്ങൾക്കും ഉറപ്പ് വേണം. യുദ്ധത്തിന് വരില്ലെന്നല്ല, വരും. കാരണം ഉണ്ട് യുദ്ധം. അപ്പൊ അങ്ങനെ നമ്മെ സംരക്ഷിക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്നുള്ളത് എല്ലാ വിശ്വാസിയും അറിഞ്ഞിരിക്കണം. നമുക്ക് ഈ പണിയൊന്നും ഇല്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ സിറ്റ് ബാക്ക് ആൻഡ് റിലാക്സ്, എല്ലാം ദൈവം ചെയ്ത് കഴിഞ്ഞ് നമ്മൾ കാലും വെച്ച് അങ്ങ് ഇരുന്നാൽ മതി എന്ന് വിചാരിച്ചാൽ വേദപുസ്തകം അതിനെ അനുകൂലിക്കുന്നില്ല എന്ന് വാക്യങ്ങളെടുത്ത് ഞാൻ നേരത്തെ തെളിയിച്ചു കഴിഞ്ഞു. അതെല്ലാം ആവർത്തിച്ച് പറയാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ സൂക്ഷിക്കണം. തന്നെയല്ല, ഈ സഭകൾ ഇങ്ങനെ ഉണങ്ങി ഇരുന്നാൽ മതിയോ? പലയിടത്തും ഉള്ളത് ചിതറിപ്പോയില്ലേ? ആരൊക്കെയോ അധ്വാനിച്ചു, മനുഷ്യർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു. പക്ഷേ കുറേ കാലം കഴിഞ്ഞപ്പോൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും പോയി, ചിലർ പിന്മാറിപ്പോയി. പുതുതായിട്ട് ഒരെണ്ണം സഭയ്ക്കകത്തോട്ട് വരുന്നുമില്ല. നീ അഥവാ വന്നാൽ അപ്പുറത്തെ സഭയിൽ ഒരു വഴക്കുണ്ടായി വെച്ച് അതിനകത്ത് രണ്ടുപേരും ഇങ്ങോട്ട് വന്നു. അവിടെയും പിശാചിൻ്റെ പണി ഒപ്പിച്ചല്ലേ വന്നത്. വഴക്കുണ്ടാക്കിയത് ദൈവമല്ലല്ലോ, ദൈവാത്മാവല്ലല്ലോ സഭയിൽ വഴക്കുണ്ടാക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ അത് ദൈവരാജ്യത്തിൽ, ദൈവത്തിൻ്റെ രാജ്യത്തിൽ ആളെ കൊണ്ടുവരുന്ന, നമ്മൾ ഈ ആളെ പിടിക്കണം എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിന് ആളെ കൊണ്ടുവരണം. അല്ല പള്ളിയിൽ ആളെ കൊണ്ടുവന്നാ പോരാ, ദൈവരാജ്യത്തിന് ആളെ കൊണ്ടുവരണമെങ്കിൽ ആളുകൾ പുതുതായി രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, വേർപെട്ട് പാപവും അശുദ്ധിയും വിട്ട് വേർപെട്ട് വരണം, ദൈവസഭ വളരണം. ഇതാണ് സാധിക്കേണ്ടത്. അത് മിക്കയിടത്തും ഒന്നും സാധിക്കുന്നില്ലല്ലോ. അല്ലെന്ന് ആലോചിച്ച് നോക്കതേ. നിങ്ങളുടെ തന്നെ പ്രാദേശിക സഭയുടെ കഥയും ചരിത്രവും ഒന്ന് എടുത്തു നോക്ക്. എത്ര പേരാണ് കഴിഞ്ഞ 10 വർഷത്തിനകം എത്ര പേര് കയറി? ഇതിനാണോ ദൈവസഭയെ നിയമിച്ചിരിക്കുന്നത്? ഭൂലോകത്തിലൊക്കെയും പോയി സകല ജാതികളെയും ശിഷ്യരാക്കാൻ കൽപ്പിച്ച യേശു സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട സകല ജാതികളെയും ശിഷ്യരാക്കുവീൻ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണത്തെ ശിഷ്യരാക്കാതെ നിലകൊള്ളുന്ന സഭ എന്ത് സഭയാണെന്നേ? അപ്പം അതിൻ്റെ അർത്ഥം യുദ്ധം ഒട്ടും നടക്കുന്നില്ല. യുദ്ധം നമുക്ക് ശീലമില്ല. ഇതല്ലേ ഏറെക്കുറെയുള്ള സ്ഥിതി. അതിനെ സംബന്ധിച്ചാണ് പറയുന്നത്. അപ്പം ആക്രമണം എന്ന് പറഞ്ഞാൽ വേറെ ആർക്കും ദോഷം ചെയ്യുക എന്നുള്ളതല്ല, ദോഷം ചെയ്യുന്ന പിശാചിനാണ്, അവൻ്റെ രാജ്യത്തിനാണ്. അല്ലാതെ ഒരു വ്യക്തിക്കാകട്ടെ, ഒരു കുടുംബത്തിനാകട്ടെ, ഒരു സമൂഹത്തിനാകട്ടെ നമ്മൾ ദോഷം ചെയ്യുന്നില്ല. ആളുകളെ വിടുവിച്ച്, പാപത്തിൽ നിന്ന് വിടുവിച്ച് വിശുദ്ധരാക്കി, ഇരുട്ടിൽ നിന്ന് വിടുവിച്ച് വെളിച്ചത്തിലാക്കി, നാശത്തിൽ നിന്ന് വിടുവിച്ച് ജീവങ്കലാക്കുന്ന ആത്മശുശ്രൂഷയാണ് നാം ചെയ്യുന്നത്. അതിന് ബലവാനെ പിടിച്ച് കെട്ടിയെങ്കിലേ പറ്റുള്ളൂ, അല്ലാതെ പറ്റില്ല. കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഒന്നുകൂടെ പറയുന്നു, ആരും രക്ഷിക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ ആ ദേശത്തെ
ഇരുട്ടിൻ്റെ ആധിപത്യത്തിൻ്റെ മേൽ നമുക്കൊരവകാശവും അധികാരവും ഇല്ല. നമ്മളെ കൊണ്ട് പറ്റില്ല. ആമേൻ. നിങ്ങളെല്ലാം ഒരുമാതിരി തുറിച്ചു നോക്കിയിരിക്കുകയാണ്. സംഭവിക്കുന്ന അതാണ്. അതിനെ വിവേചിച്ചറിയുന്നില്ല എന്ന് മാത്രം. ഇനി നമ്മളെ കൊണ്ടുപോകാനുള്ള ഈയുടെ പദ്ധതിയുടെ സ്വല്പം കാര്യമാണ് പറയാം. അതല്ലേ നമ്മൾ പറഞ്ഞത്, സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. എങ്ങനെയാണ് നമ്മെ തോൽപ്പിക്കാൻ വരുന്നത്? യുദ്ധം ചെയ്യാൻ എങ്ങനെയാണ് വരുന്നത്? മറ്റേ നമ്മൾ അങ്ങോട്ട് കയറി ആക്രമിക്കുന്നത്. അയാൾ എങ്ങനെയാണ് വരുന്നത് എന്നൊന്ന് നോക്കി വെച്ച് തിരിച്ചടിക്കേണ്ട എങ്ങനെയാണെന്ന് പിന്നെ നോക്കാം. പിശാചിൻ്റെ ഒരു സ്വഭാവം ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് പറഞ്ഞു. അയാളുടെ തനി രൂപത്തിൽ വരികയില്ല. തനി രൂപത്തിൽ വന്നാൽ മനുഷ്യൻ വീട്ടിൽ കയറ്റുകയില്ല. കാരണം അത്രയ്ക്ക് ആൾ വല്ലാത്ത ആളാണ്, നാശം ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് വലിയ രൂപത്തിൽ വരാതെ നല്ല സുന്ദര രൂപത്തിൽ വരുള്ളൂ. എന്നാലേ ആളുകൾ സ്വീകരിക്കുകയുള്ളൂ, ആളുകൾ കൈക്കൊള്ളത്തുള്ളൂ. അപ്പം അങ്ങനെ കാര്യങ്ങളെ അവതരിപ്പിക്കാനും വരാനും ഈ പുള്ളിക്ക് കഴിവുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വാക്യം നോക്കാം. ഞാൻ ചുമ്മാ പറയല്ല, വാക്യം വെച്ച് പറയുകയാണ്. 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം. 2 കൊരിന്ത്യർ 11-ന്റെ 14-ാം വാക്യം. ആരെങ്കിലും വായിക്കുന്നെങ്കിൽ ഇവിടെ മൈക്കുണ്ട്, വായിക്കുന്നവർ ഇവിടോട്ട് വന്നിരുന്നാൽ വായിക്കാം. അല്ലെങ്കിൽ എനിക്കും കേൾക്കുകയില്ല, ഈ ആളുകൾക്കും കേൾക്കില്ല. നമ്മൾ വായിക്കുന്നതെന്ന് പറഞ്ഞാൽ ഉമ്മ വായിക്കാൻ വേണ്ടി വായിക്കുന്നതല്ല, ഇതെല്ലാവർക്കും കേൾക്കാൻ വേണ്ടി വായിക്കുന്നതാണ്. റൈറ്റ്. 2 കൊരിന്ത്യർ 11-ന്റെ 4. ആരും ഇല്ലയോ? 2 കൊരിന്ത്യർ 11-ന്റെ 14. സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. സാത്താൻ വെളിച്ചത്തിന്റെ ദൂതനല്ല, സാത്താൻ ഇരുട്ടിന്റെ ആളാണ്. വാക്യങ്ങൾ ഒത്തിരിയുണ്ട്. പക്ഷേ ആ ഇരുട്ടിന്റെ വേഷത്തിൽ വന്നാൽ ആളുകൾ കൈക്കൊള്ളില്ല എന്നുള്ളത് കൊണ്ട് വെളിച്ചദൂതന്റെ എന്നുവെച്ചാൽ നല്ല ദൂതന്റെ വേഷത്തിലാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ അയാൾക്കുള്ളതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ്സ് ആണ്. നല്ലതിൻ്റെ എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് അയാൾ ഉണ്ടാക്കും. അയാൾക്ക് ആത്മീയം അതിൻ്റെ വേഷം കാണിക്കും, പക്ഷെ സത്യാത്മീയം അല്ല. ആത്മീയമാണെന്ന് വരുത്തും. അത്ഭുതങ്ങളുണ്ട്, അയാൾക്ക് അത്ഭുതങ്ങളുണ്ട്. അങ്ങനെയാണ് വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്. മനുഷ്യർ വിശ്വസിക്കത്തക്കവണ്ണം ഇവൻ ആകാശത്തുനിന്ന് തീയിറങ്ങുമാറ് അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കും. ഭൂമിയിൽ അത്ഭുതം നടക്കുന്ന ഒരുപാട് സ്ഥലമില്ലേ? യേശുവിൻ്റെ നാമത്തിൽ മാത്രമാണോ അത്ഭുതം നടക്കുന്നത്? അല്ലല്ലോ. അല്ലാതെ അത്ഭുതങ്ങൾ നടക്കുന്ന സ്ഥലമില്ലേ? ഉണ്ടെന്നേ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളും അയാൾ കാണിക്കും. അയാൾക്ക് പ്രവാചകന്മാരുണ്ട്, അയാളുടെ സ്വന്തം പ്രവാചകന്മാർ. വേദപുസ്തകം അവരെ വിളിക്കുന്നത് കള്ളപ്രവാചകൻ എന്നാണ്. അപ്പം അങ്ങനെ അയാൾ ചെയ്യുന്നത് 2 കൊരിന്ത്യർ 11-ന്റെ 3 പറയുന്നത് പോലെ, എന്നാൽ സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ. സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ. കയ്യിലിരിക്കുന്ന ചതിവാണ്, പക്ഷെ ചതിവാന്ന് മനസ്സിലാവില്ല. ആദമിന് ഹവയ്ക്ക് മനസ്സിലായില്ലല്ലോ ചതിവാന്ന്. പെട്ട് കഴിഞ്ഞപ്പോഴല്ലേ ചതിവാണെന്ന് മനസ്സിലായത്. അതിനും പറഞ്ഞില്ലല്ലോ. ഇതേ പണിയാണ് കാണിക്കുന്നത്. ആളുകളെ സ്വാധീനിക്കാൻ തക്ക തരത്തിൽ വന്ന് ചതിച്ചു കളയും. അതിനുള്ള അയാളുടെ ഏറ്റവും നല്ല ഒരു ഉപാധി എന്ന് പറയുന്നത് മതമാണ്. റിലിജിയൻ, മതം. മതം എന്ന് പറഞ്ഞാൽ അറിയില്ലേ? വ്യത്യസ്തങ്ങളായ മതങ്ങളില്ലേ? അതിന് ഞാൻ കൂടുതൽ വിശദീകരണം വ്യാഖ്യാനം ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ. മതത്തിൻ്റെ സ്വഭാവം
മതത്തിൽ വിശ്വസിക്കുന്നവർ കണ്ണു അടച്ചതങ്ങ് വിശ്വസിക്കും. അതിൻ്റെ ന്യായമോ അന്യായമോ ഒന്നും സാധാരണ ആരും ചോദിക്കത്തില്ല. ന്യായമൊക്കെ വലിയ ന്യായമൊക്കെ പറഞ്ഞ വേദപുസ്തകത്തിൻ്റെ കാര്യം വരുമ്പോൾ മാത്രമേ വലിയ ന്യായം ചോദിപ്പുള്ളൂ. വേറെ ഏത് മതത്തിലാണ് ന്യായം ചോദിക്കുന്നത്? ഒന്നും ചോദിക്കുന്നില്ല. അതുപോലെ അങ്ങ് വിശ്വസിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ മനുഷ്യർക്ക് പല മതങ്ങൾ കൊണ്ടുവന്ന് അത് വിശ്വസിപ്പിച്ച് അതിനകത്തിട്ടാൽ ജയിച്ചു. അതിനകത്ത് നാളെ പുറത്തു കൊണ്ടുവരാൻ പാടാണ്. ആ മതത്തിനെതിരെ മിണ്ടിപ്പോയാൽ പ്രശ്നമാണ്. ഭയങ്കര പ്രശ്നമാണ്. അല്ല, നമുക്കതിൻ്റെ ജോലിയില്ല. ഒരു മതത്തെയും വിമർശിക്കുന്ന ജോലി സുവിശേഷത്തിന് ഇല്ല. പ്രസംഗപീഠത്തിൽ അല്ല, ഒരിടത്തും നമ്മളൊരു മതത്തെയും വിമർശിക്കുന്നില്ല. പ്രത്യേകിച്ച് ഞാൻ വളരെ വളരെ സൂക്ഷിച്ചാണ്. ഒരൊറ്റ മതത്തെക്കുറിച്ചും എതിരായി ഒരു വാക്കും പറയില്ല. അവരുടെ മതം അവർക്ക് വിലയേറിയതാണ്. അതിന് മുറിവേൽപ്പിക്കേണ്ട ജോലി എനിക്ക് ഇല്ല. എൻ്റെ ജോലി യേശുക്രിസ്തു രക്ഷകനാണെന്നും യേശുക്രിസ്തു വിടുവിക്കുന്നുവെന്നും വിളിച്ചു പറയുക എന്നുള്ളതാണ് എൻ്റെ ജോലി. ഭൂമിയിൽ ഏത് മതത്തെ നോക്കുള്ളൂ. നിങ്ങൾ ചിന്തിക്കുമ്പോൾ അതിന് യുക്തിയില്ലെന്ന് തോന്നും. പക്ഷെ അവർക്കത് യുക്തിയാണ് എന്ത് ചെയ്താലും. അപ്പം അങ്ങനെ വരുമ്പോൾ മനുഷ്യനെ അതിനകത്ത് പിടിച്ചങ്ങ് ഇട്ട് കളയാം. അപ്പം അതിനകത്തു നാളെ പുറത്തു കൊണ്ടുവരാൻ പറ്റില്ല. അതുകൊണ്ട് ലോകത്തിലെ സകല മനുഷ്യരോടും ദൈവം എന്നും പറഞ്ഞ ഒരാളില്ല, അതുകൊണ്ട് ദൈവത്തെ ചിന്തിക്കരുത്, ദൈവത്തെ ആരാധിക്കരുത് എന്ന് പിശാച് പറഞ്ഞാൽ മനുഷ്യൻ കേൾക്കുകയില്ല. നാസ്തികരായിട്ട് ഉള്ള ആളുകളുടെ സംഖ്യ കുറവല്ലേ? അങ്ങനെ പിശാചിന് ഒത്തിരി പേരെ കിട്ടില്ല. ദൈവം ഉണ്ടെന്ന് തന്നെ പറയണം. പക്ഷെ സത്യ ദൈവത്തെ നമസ്കരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കരുത്. ഇനി സത്യദൈവം ഉണ്ടെന്ന് പറഞ്ഞാലും അവിടുത്തെ സത്യമാർഗത്തിൽ അവിടുത്തെ അന്വേഷിക്കാൻ സമ്മതിക്കരുത്. ഇതാണ് പുള്ളിയുടെ തത്വം. അപ്പം അതിനൊക്കെ സംവിധാനങ്ങൾ ഉണ്ടാക്കും. ലോകവ്യാപകമായി മനുഷ്യനെ ഒതുക്കിയ മണ്ഡലം ഇതാണ്. ഇനിയും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇനിയും സത്യദൈവത്തെക്കുറിച്ചാണ് പറയുന്നിരിക്കട്ടെ. യഹോവയായ ദൈവം, ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയ ദൈവം, സകല മനുഷ്യർക്കും രക്ഷകനെ അയച്ച ദൈവം, ആ സത്യമാർഗം, ഈ വിശുദ്ധ ബൈബിളിന്റെ സത്യം, ഈ മാർഗം. എന്നാലും അതിനകത്തും കൃത്രിമം കാണിക്കും. എന്താണ് കൃത്രിമം? 1 തിമോത്തിയോസ് 4-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഭോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കുമെന്ന് ആത്മാവ് തെളിവായി പറയുന്നു. അതായത് ഈ വചനം ഇതൊക്കെ തന്നെ എടുക്കും, പക്ഷേ വിശദീകരിച്ചു വരുമ്പോ അർത്ഥം വേറൊന്നാവും. ഈ പറയുന്ന അർത്ഥം ആവില്ല. അല്ലെങ്കിൽ വേറൊരു വാക്ക് പറയാം, ദുരുപദേശം എന്ന് നമ്മൾ പറയും. ദുരുപദേശം, നമ്മൾ ദുരുപദേശം എന്ന് പറയുന്നെങ്കിലും അവർക്കത് ദുരുപദേശം അല്ല, സത്യ ഉപദേശമാണ്. ഒരു സമയത്ത് ഇപ്പം ഞാൻ ധരിച്ചിരുന്നു, ഈ ചില ഈ സർക്കാർക്ക് വാചനമേ അറിയത്തില്ലെന്ന് ഞാൻ ധരിച്ചിരുന്നു. അപ്പോൾ ഒരു പുസ്തകം തയ്യാറാക്കാൻ വേണ്ടി ഞാനിങ്ങനെ പ്ലാൻ ചെയ്തപ്പോൾ അവരുടെ ഒരു പ്രധാനപ്പെട്ട പുസ്തകം ഞാൻ എടുത്തു നോക്കിയപ്പോൾ എല്ലാ ഉപദേശത്തിനും നമ്മൾ ഏത് വാക്യം എടുക്കുന്നോ അതേ വാക്യമാണ് അവരെടുത്തിരിക്കുന്നത്. എല്ലാത്തിനും വാക്യമേ വേറെയല്ല. പക്ഷേ വ്യാഖ്യാനിച്ചു വരുമ്പോൾ
പാരമ്പര്യം എന്ത് പറയുന്നോ ആ വ്യാഖ്യാനമേ വരുള്ളൂ. അവസാനം ന്യായം എന്ത് പറയും? വ്യാഖ്യാനിക്കാൻ വേറെ ആർക്കും അവകാശം ഇല്ല. അത് ഞങ്ങളുടെ സഭാധ്യക്ഷന് മാത്രമേ വ്യാഖ്യാനിക്കാനുള്ള അധികാരം ഉള്ളൂ. അതുകൊണ്ട് വേറെ ആരും പുസ്തകം വായിച്ച അർത്ഥമൊന്നും പറയണ്ട. അപ്പൊ സഭയുടെ അധ്യക്ഷൻ വ്യാഖ്യാനിക്കുമ്പോൾ എന്ത് വ്യാഖ്യാനിക്കും? അവരുടെ പാരമ്പര്യം എന്ത് പറയുന്നു അത് പറയും. ഈ പുസ്തകമായിട്ട് ഒരു പൊരുത്തം കാണില്ല. നിങ്ങൾ നോക്കൂ, ഏതെങ്കിലും ഒരു ക്രിസ്തീയ സഭയിൽ അവരുടെ ഉപദേശം പോരാത്തതാണ് എന്നൊരു ചിന്ത അതിനകത്ത് സാധാരണ ഉണ്ടോ? ഇല്ലല്ലോ. ഓരോ സഭക്കാരും പറഞ്ഞത് ഞങ്ങളാണ് സത്യ സഭ, ഞങ്ങളുടെ ഉപദേശമാണ് സത്യ ഉപദേശം. എല്ലാവരും അങ്ങനെയല്ലേ പറയുന്നത്. കത്തോലിക്ക സഭ തൊട്ട് എല്ലാവരും അങ്ങനെയല്ലേ പറയുന്നുള്ളൂ. നിങ്ങളെ വിളിക്കുന്ന അമ്മയില്ലാത്തവർ എന്നല്ലേ വിളിക്കുന്നത്? മാതാവിനെ ആരാധിക്കാത്ത, മാതാവിനോട് പ്രാർത്ഥിക്കാത്ത ആളുകൾ ഭയങ്കര കുറ്റമായിട്ടല്ലേ കാണുന്നത്? അല്ലേ? ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ. എല്ലാവർക്കും വേണ്ടി മറുവരയായി തീർന്ന മനുഷ്യനായ ക്രിസ്തുവേശു തന്നെ എന്ന് പറയുമ്പോൾ അതേ വാക്യം പറഞ്ഞിട്ട് ഇതേ വാക്യം പറഞ്ഞു വെച്ച് എന്നാലും പ്രാർത്ഥിക്കാൻ ആരുടെ പോണം? അമ്മയിലേക്ക് പോണം. അതിനകത്തൊരു കുഴപ്പമുണ്ടെന്ന് ചിന്തയുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. സ്തോത്രം. രക്ഷിക്കപ്പെടാൻ യേശുവിൻ്റെ വിടത്തില്ല. പാപമോചനത്തിന് യേശുവിൻ്റെ ഇരിക്കൽ വിടില്ല. ഒരു കൂട്ടരുടെ ഉപദേശമാണെങ്കിൽ മരിക്കുന്നത് വരെ ചെയ്ത എല്ലാ തെറ്റുകളും ക്ഷമിക്കാൻ സഭയ്ക്ക് അധികാരം ഉണ്ട്. സുഖമായില്ലേ? അപ്പൊ ചാവുന്നതിന് വരെ തെറ്റ് ചെയ്യുക, സഭ കാര്യം നോക്കിക്കോളും എന്ന് വരുമ്പോ മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ രക്ഷിക്കപ്പെടാൻ തോന്നുമോ? അതിൻ്റെ ആവശ്യമില്ലല്ലോ. നോക്കൂ, ഈ വേദപുസ്തകം പറയുന്ന സത്യം, യേശു പഠിപ്പിച്ച സത്യം, ആദിമ അപ്പോസ്തലന്മാർ പഠിപ്പിച്ച ദൈവിക സത്യം, വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ച ആ സത്യം ഒന്നുകൂടെ വിളിച്ചു പറയുന്നു. രക്ഷിക്കപ്പെടാൻ ഒരു വഴി കർത്താവായ യേശുക്രിസ്തു, മധ്യസ്ഥൻ, ഏക മധ്യസ്ഥൻ കർത്താവായ യേശുക്രിസ്തു. നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി നിങ്ങൾ മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്നാനമേൽപ്പീൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ഈ വാക്യങ്ങളെല്ലാം യേശു പറഞ്ഞതും അപ്പോസ്തലന്മാർ പറഞ്ഞതുമായ സത്യമാണെങ്കിലും ഇന്നത്തെ ക്രിസ്തീയ സഭ കണ്ടുമില്ലല്ലോ. സ്തോത്രം. അപ്പൊ രക്ഷിക്കപ്പെടാൻ യേശുവിൻ്റെ വിടാതെ ആളെ പിടിച്ചു വെച്ചോളൂ. പണിയത്തില്ലേ? സീത. അപ്പൊ മതമാണ് ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ചരക്ക്. ലോകത്തിലെ ഏറ്റവും വലിയ സംഘത്തെ പിടിച്ചു വെച്ചിരിക്കുന്നത് മതത്തിലൂടെയാണ്, ഉപദേശങ്ങളിലൂടെയാണ്. മനുഷ്യന് സ്വാതന്ത്ര്യം കൊടുക്കാൻ സമ്മതിക്കില്ല. ഒന്നുകൂടെ പറയുന്നു. പക്ഷെ ഇതിനകത്ത് കുഴപ്പമുണ്ടെന്ന് മനുഷ്യർക്ക് മനസ്സിലാവുമോ? ഇല്ലല്ലോ. സ്വസ്ഥമായിട്ട് ഞാൻ ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നു എന്ന് പറഞ്ഞല്ലേ അങ്ങനെ ചെയ്യുന്നത്. ഓൾറൈറ്റ്. അപ്പം അത് ഒരു ഭാഗം. രണ്ടാമത്തെ ഭാഗം 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ആ വാക്യം ഒന്നുകൂടെ ശ്രദ്ധിക്കണം.
വായിച്ച വാക്യത്തിൻ്റെ ആ വലിയ അർത്ഥങ്ങൾ നോക്കണം. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ വലിയ വെളിച്ചമുള്ള ദൈവം. സുവിശേഷം ഭയങ്കര പ്രകാശമുള്ളത്, തേജസ്സുള്ള സുവിശേഷം. അത് ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി എന്ന് പറഞ്ഞാൽ, സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുകയാണ്, അന്ധന് അതുകൊണ്ട് എന്ത് ഗുണം? പല ഗുണമുണ്ടോ? ഇതാണ് ഭൂമിയിൽ സംഭവിക്കുന്നത്. ദൈവത്തിന്റെ വചനത്തിന്റെ സത്യം ഇങ്ങനെ വിളിച്ചു പറയുന്നു. ഇന്നത്തെ യോഗത്തിലാണെങ്കിൽ എവിടെയും കിട്ടും. പണ്ടാണെങ്കിൽ എവിടെങ്കിലും അയാളുടെ വീട്ടിൽ ചെന്ന് പറഞ്ഞതേ പറ്റുമല്ലായിരുന്നു. ഇന്നിപ്പോൾ വീട്ടിനകത്തിരുന്നോണ്ട് ഓപ്പൺ ചെയ്താൽ ലോകത്തിൽ ഇഷ്ടം പോലെ സുവിശേഷ പ്രസംഗം. അതുകൊണ്ട് തന്നെ ഈവൻ ഈ സുവിശേഷം ഒട്ടും വിശ്വസിക്കാത്ത ചില സമൂഹങ്ങളിൽ ഇങ്ങനെ പ്രസംഗം കേട്ട് ആളുകൾ സത്യമറിയാൻ തുടങ്ങി. ധാരാളം ആളുകൾ സുവിശേഷത്തിൽ വിശ്വസിച്ച് യേശുവിനെ കൈക്കൊള്ളാൻ തുടങ്ങി. ഈവൻ മുസ്ലിം രാജ്യങ്ങളിൽ ഈ അവൈലബിൾ സുവിശേഷം ആയിക്കോട്ടെ. എങ്കിലും സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇയാളെ കണ്ണ് പൊട്ടിച്ചു വെച്ചിരിക്കുകയാണ്. സുവിശേഷം വാസ്തവത്തിൽ ഒന്നാന്തരം വചനമാണ്. മനുഷ്യന് ഗുണം വരുത്തുന്നതല്ലാതെ സത്യസുവിശേഷത്തിൽ വേറെ എന്തുണ്ട്? നിങ്ങൾ ആലോചിച്ച് ചോദിക്കുന്നേ, സത്യസുവിശേഷത്തിൽ മനുഷ്യനും കുടുംബങ്ങൾക്കും ഗുണം വരുത്തുന്നതല്ലാതെ ദോഷം വരുത്തുന്ന എന്തെങ്കിലും ഒരു കാര്യം സത്യസുവിശേഷത്തിലുണ്ടോ? നിങ്ങൾ മാനസാന്തരപ്പെട്ടാൽ നിങ്ങൾക്കല്ലേ ഗുണം? നിങ്ങളുടെ വീടിനല്ലേ ഗുണം? കള്ളം കുടിച്ചിട്ട് വന്ന് ഭാര്യ എടുത്തിട്ട് ഇടിക്കുന്ന ഇടി ഒന്നും നിൽക്കില്ലേ? ആ കള്ളു കുടിക്കാൻ മുടക്കിയ പണം ലാഭമായില്ലേ? അല്ലേ? വീടുകാർക്കല്ലേ ഗുണമെന്നേ? അല്ലേ? നാടിനും ഗുണമല്ലേ? ഇവൻ കള്ളും കുടി വെച്ച് വഴിയാ നടന്ന് തെറിയും വിളിച്ച് ആളുകൾ വഴക്കുണ്ടാക്കി കത്തിക്കുത്തുണ്ടാക്കി ഈ ജീവിക്കുന്ന ജീവിതത്തിന് വ്യത്യാസം വരുത്തി മര്യാദക്കാരായ ഒരു സംഘം നാട്ടിൽ ജീവിക്കുന്നു എന്ന് പറയുന്നത് നാടിനും നല്ലതല്ലേ? സർക്കാരിനും നല്ലതല്ലേ? എല്ലാവർക്കും നല്ലതല്ലേ? സുവിശേഷത്തിന് എന്താണെന്നേ ദോഷം? എവിടെ ദോഷം? നന്മയല്ലാതെ എന്ത് തിന്മ സുവിശേഷം ചെയ്തു? ആർക്കെങ്കിലും ദോഷം ചെയ്തോ? ഇല്ലല്ലോ. പക്ഷേ മനുഷ്യന് കേൾക്കാൻ ഇഷ്ടമില്ലാത്തൊരു സന്ദേശം അഖിലാണ്ടത്തിൽ വേറെയില്ല. നിങ്ങൾ എന്തോ തരം പ്രസംഗം, രാഷ്ട്രീയ പ്രസംഗം ഇഷ്ടം പോലെ പ്രസംഗിച്ച് ആരെ എതിർക്കുന്നു? ഒരു പാർട്ടി, മറ്റേ പാർട്ടി, അപ്പുറത്തെ പാർട്ടി, അന്യോന്യം വല്ലതൊക്കെ പറയും. എന്നാലും യാതൊരു പ്രശ്നമില്ലല്ലോ. ആർക്കും വേണ്ട. അശ്ലീലം പറയുന്ന സൈറ്റുകൾ തന്നെയുണ്ട്. കാശും കൊടുത്ത് കയറിയിരുന്ന് അശ്ലീലം കേൾക്കും. ആളുകൾ പറയുന്ന വർത്തമാനങ്ങൾക്കെല്ലാം ഇഷ്ടക്കേടുകളുണ്ടോ? ഇല്ലല്ലോ. മതങ്ങളുടെ യോഗങ്ങൾ നടക്കുന്നു. ആരെതിർക്കാൻ പോന്നു? രാത്രി മൊത്തം മൈക്ക് വെച്ച് പാടാറില്ലേ? ആർക്കും ഒരു കുഴപ്പമില്ലല്ലോ. സുവിശേഷം. ഇവിടെ ഹാർട്ട് പേഷ്യൻ്റ് ഉണ്ട്. പിള്ളേർക്ക് പരീക്ഷയാണ്, പിള്ളേർ പഠിക്കുന്ന പിള്ളേരോടുണ്ട്. അപ്പം 100 ന്യായങ്ങളാണ് സുവിശേഷം പറയാൻ തുടങ്ങിയ. മറ്റേ എന്തോ പറയാൻ തുടങ്ങി, എന്തോ ഒരു ശബ്ദത്തിൽ വെച്ചാലും അവിടെ ഹാർട്ട് പേഷ്യൻറ്റും ഇല്ല, ഒരു കുഴപ്പമില്ല. ഞാനീ പറഞ്ഞ ഉള്ളതല്ലേ? അല്ലേ? നാട്ടിലൊക്കെ ഉള്ള കാര്യമല്ലേ പറയുന്നത്? കാരണം ഈ ഒരു കാര്യം മനുഷ്യൻ കേട്ടൂടാ. ഇത് കേട്ടാൽ പിശാചിന്റെ കെട്ട് പൊട്ടും, അവന്റെ കയ്യിൽ നാള് പുറത്തു വരും. അതുകൊണ്ട് ഇത് കേൾക്കാൻ സമ്മതിക്കില്ല. ജീസസ് യേശുവിന്റെ ഭാഷയെ പറഞ്ഞാൽ വചനം എന്ന വിത്ത് വിതയ്ക്കുന്നു. ശത്രു വന്ന് വിതയ്ക്കപ്പെട്ടത് എടുത്തോണ്ട് പോകും. വിതയ്ക്കാനും സമ്മതിക്കില്ല, വിതച്ചത്
എടുത്തോണ്ടും പോകും. ഈ ഇന്ത്യ രാജ്യത്ത് ഈ സുവിശേഷത്തോട് എതിരുണ്ടാക്കാൻ സുവിശേഷം എന്ത് ദോഷം ഈ ഭാരതത്തിന് ചെയ്തു? സുവിശേഷം വന്നത് നിമിത്തം ആ വ്യക്തികൾക്കോ കുടുംബങ്ങൾക്കോ സമൂഹത്തിനോ ഉയർച്ചയല്ലേ ഉണ്ടായുള്ളൂ? അല്ലേ? ഞാൻ ഒരു ഗ്രാമത്തിൽ ഒരിക്കൽ എന്നെ ഒരാൾ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ താമസിക്കാൻ ഒരു വീട്ടിൽ ഞങ്ങൾക്ക് താമസത്തിന് ഇടം തന്നു. ഒരു കുഗ്രാമം. എവിടെയും കിടക്കാൻ തയ്യാറായിട്ട് ഞങ്ങൾ പോയതാണ്. ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഇങ്ങനെ കന്നാലി ഒരു സ്ഥലത്ത് കെട്ടും, മറുഭാഗത്ത് നമ്മൾ ഇങ്ങനെ കിടക്കും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനും തയ്യാറായി പോയതാണ് ഞങ്ങൾ. ചെന്നപ്പോൾ ഒരു മുറി, ഞാൻ ഒരുപാട് വീട്ടിൽ താമസിച്ചിട്ടുണ്ട് കേട്ടോ, കണ്ടമാനം വീട്ടിൽ താമസിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ താമസിക്കുന്നതിനേക്കാൾ മറ്റു പലരുടെയും വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചിട്ടുള്ളത്. കാരണം ഞങ്ങൾ ഇങ്ങനത്തെ സഞ്ചാരം ആളുകളാണ്. എൻ്റെ ബെഡ്റൂമിനേക്കാൾ വലിയ ബെഡ്റൂം വലിയ മോലാളിമാരുടെ വീട്ടിൽ ഞാൻ താമസിച്ചിട്ടുണ്ട്. ഇപ്പം അവർക്ക് വലിയ ബെഡ്റൂമൊക്കെ ഉണ്ട്. പക്ഷെ അന്ന് അത്രയും മോലാളിമാർക്കും അത്രയും വലിയ ബെഡ്റൂം ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ ഒത്തിരി വീടുകളിൽ ഞാൻ താമസിച്ചുള്ളതാണ്. മുട്ടനൊരു ബെഡ്റൂം കുറേ വർഷങ്ങൾക്ക് മുമ്പാണെന്നേ. കട്ടിൽ നിന്ന് നല്ല ഹെഡ് ബോർഡൊക്കെ. അന്ന് ഈ നാട്ടിൽ ഹെഡ് ബോർഡുള്ള കാലമല്ല, അറിയില്ലേ? പഴയ കട്ടിൽ അതല്ലടത്ത് ഈ മനുഷ്യൻ്റെ വീട്ടിൽ ഹെഡ് ബോർഡ്. അടുക്കള ചെന്ന് നോക്കിയപ്പോൾ മുട്ടൻ 2 ഫ്രിഡ്ജ്, ഒരെണ്ണം പൊട്ടിച്ചിട്ടേ ഇല്ല. എൻ്റെ ഭാര്യ എത്തി എന്ന് നോക്കിയപ്പോൾ ഫോർക്ക്, സ്പൂണ്, നൈഫ്, ഐസ്ക്രീം കഴിക്കാനുള്ള പാത്രങ്ങൾ. കുഗ്രാമത്തിൽ ആരുടെ വീട്? ഒരാദിവാസിയുടെ വീട്. ആദിവാസിയുടെ വീട്. ഇലക്ട്രിസിറ്റി ബോർഡിലെ ഒരു ജീവനക്കാരൻ ആയിരുന്നു അന്ന്. പക്ഷേ കിടക്കാടമില്ലാതെ മരത്തിൻ്റെ ചോട്ടിൽ ഒരു പ്ലാസ്റ്റിക് കെട്ടി അതിൻ്റെ കീഴിൽ കിടക്കുകയാണ്. ഉദ്യോഗം ഉണ്ടെന്നേ. മദ്യപിച്ച് ഒരു ഭാഗവും മിച്ചയില്ലാതെ ജീവിക്കുന്ന ഒരു കുടുംബം. ഒരു പാസ്റ്റർ സുവിശേഷം കൊണ്ട് ചെയ്തു. എനിക്ക് പരിചയമുള്ള ആളാണ്, നിങ്ങൾക്കും കുറച്ച് പേർക്കറിയാവുന്ന ആളാണ്. സുവിശേഷം കൊണ്ട് ചെയ്യുന്നു, സുവിശേഷം പറഞ്ഞു. ഇയാൾ രക്ഷിക്കപ്പെട്ടു. ഇയാളുടെ ഭാര്യയും സ്നാനപ്പെട്ടു. മദ്യപാനം നിന്നു. ജീവിതം നേരെയായി. അയാൾ പറഞ്ഞ് എനിക്ക് വീട് വെക്കണം. വീട് വെക്കുമ്പോൾ നാട്ടിലെ ഏറ്റവും വലിയ വീട് എൻ്റെ വീടായിരിക്കണം. എന്തിന്? ഈ നാട്ടിൽ ഏത് സുവിശേഷം വന്നാലും എൻ്റെ വീട്ടിൽ താമസിക്കണം. അങ്ങോട്ട് മുട്ട മേടുവാണ്. നാട്ടിൽ പ്രശ്നമായി. ക്രിസ്ത്യാനികൾ കാശ് കൊടുത്ത് വീട് കൊടുത്ത് ഇവരെ മതം മാറ്റിയതാണെന്ന് പറഞ്ഞ് ഭയങ്കര പ്രശ്നങ്ങളുണ്ടാക്കി. അന്വേഷണം വന്നു. അന്വേഷണം വന്നപ്പോൾ ഒരു പൈസ ആരും കൊടുത്തതല്ല. തനിക്കുണ്ടായിരുന്ന പണം കേരളത്തെ നഷ്ടപ്പെടുത്തി കളഞ്ഞത് മുഴുവനും. തനിക്ക് ഇപ്പോഴത്തെ ജീവിത രീതിക്ക് മാറ്റം വന്ന് അന്തസ്സോടെ ജീവിക്കുന്നു. എടാ, ഭാര്യയെ പഠിച്ചതൊന്നുമല്ല, നടക്കുന്ന നടപ്പ് കാണണം. ഇപ്പോൾ നല്ല സാരിയൊക്കെ ഉടുത്ത് സുന്ദരിയായിട്ട്, ഒന്നും പഠിച്ചിട്ടില്ലാത്ത സ്ത്രീ, ഒരു ബാഗിനകത്ത് ബൈബിളും ഒക്കെ ഇട്ട്, ബാഗൊക്കെ സൂപ്പർ ബാഗാണ്, ഒക്കെ ഇട്ട് നടക്കുന്ന നടപ്പ് കാണും. ജീവിതത്തിന് വന്ന വ്യത്യാസം, സംസ്കാരത്തിന് വന്ന വ്യത്യാസം, ഉണ്ടായ ഉയർച്ച എവിടുന്ന്? യേശു നിമിത്തം, സുവിശേഷ നിമിത്തം. വളരെ താണകടയിൽ ജീവിക്കുന്ന മനുഷ്യർ ഞങ്ങൾക്ക് പരിചയമുണ്ട്. എത്ര പേര് എൻജിനീയേഴ്സ് ആയെന്നറിയോ? മക്കൾ ഡോക്ടേഴ്സ് ആയെന്നറിയോ? ഇതാണ് സുവിശേഷം. ഇത് കേൾക്കാൻ സമ്മതിക്കില്ല. ഇന്ത്യ മാത്രമോ? അല്ലെന്നേ, എല്ലായിടത്തും എന്ന് പറഞ്ഞാൽ, ഒരു ദിവസം ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഒരു യാത്ര ചെയ്യുകയാണ് അമേരിക്കയിൽ.
ഒരു പട്ടണത്തിൽ നിന്ന് വേറൊരു പട്ടണത്തിലേക്ക് ബസ്സേ പോവാണ്. അങ്ങനെ ബസ്സേ കയറി നിന്ന് ഞങ്ങൾ പോകുമ്പോൾ എൻ്റെ ഈ ഭാര്യയ്ക്ക് ഈ ബസ്സേ കയറിയാൽ അല്ല യാത്ര ചെയ്താൽ ഇച്ചിരി രീതികളൊക്കെ ഉണ്ട്. ഒന്നീ വല്ലതൊക്കെ തിന്നണം യാത്ര ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഉറങ്ങണം, അല്ലെങ്കിൽ പാടണം, പ്രാർത്ഥിക്കണം. ഞങ്ങൾ യാത്രയിൽ അങ്ങനെ വർത്താനമൊന്നും പറയത്തൊന്നുമില്ല. ഞങ്ങൾക്ക് ഈ പ്രധാനമായി ആത്മീയ ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അല്ല, ഞങ്ങൾ അങ്ങനെ ഒത്തിരി വർത്തമാനത്തിൻ്റെ ആളുകളല്ല. എൻ്റെ ജോലി തന്നെ ഇങ്ങനെ വല്ലവരും പറയുന്നത് കേൾക്കുക, പ്രസംഗിക്കുക, ഇതാണ് എൻ്റെ ജോലി. ഒത്തിരി വർത്തമാനക്കാരനല്ല ഞാനെന്ന് എന്നെ അറിയാവുന്നവർക്കൊക്കെ അറിയാം. റൈറ്റ്. അപ്പോൾ അങ്ങനെ ബസ്സേ കയറി അന്ന് ഇച്ചിരി ഗൗരവമായ ഒരു പ്രശ്നത്തിൽ കൂടെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, മേജർ പ്രശ്നം. അപ്പോൾ എൻ്റെ ഭാര്യ ബസ്സിൽ കയറി എന്ന് വെച്ച് മൂളിപ്പാട്ട് പാടി. മൂളിപ്പാട്ട്. അപ്പോൾ ബസ്സിൽ കുറേ പേര് ഇരിപ്പുണ്ട്, അവർ വർത്താനം പറയുന്നു, അവർ ചിരിക്കുന്നു, കളിക്കുന്നു, എന്തെല്ലാം കാണിക്കുന്നു. അപ്പം ചിലക്കൊരു അസ്വസ്ഥത ഇവിടെ മൂളിപ്പാട്ട് കേട്ടിട്ട്. അപ്പോൾ ഒരുത്തി അവിടെ ഫോണിൽ ഉറക്കെ അങ്ങ് പാട്ട് വെച്ചു. ചിലപ്പോൾ കഴിഞ്ഞ് അവൾ പാട്ട് നിർത്തി വെച്ച് എന്നോട് പറയാണ്, നിൻ്റെ ഭാര്യയോട് ആ പാട്ട് നിർത്താൻ പറയാൻ. മൂളിപ്പാട്ട് നിർത്താൻ പറയാൻ. കാരണം ഈ പാട്ട് അവളുടെ ആത്മാവിന് ചേരുന്നില്ല. മൂളിപ്പാട്ട്. വേറെ ബഹളത്തിന് പ്രശ്നമില്ല, അട്ടഹാസത്തിന് പ്രശ്നമില്ല. യേശുവിൻ്റെ ആത്മാവിൻ്റെ പാട്ട് അമേരിക്കയ്ക്കും ചേരില്ല. ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി മനുഷ്യൻ രക്ഷപ്പെടാൻ സമ്മതിക്കാതെ ഒരു സ്ഥിതി ലോകവ്യാപകമായി ഉണ്ടാക്കിയിരിക്കുന്നു. ഈ പുസ്തകം പ്രധാനമാണെന്ന് ലോകത്തിൽ ഒത്തിരി പേർക്കറിയില്ല. ഇത് വായിച്ചാൽ ഗുണമേ ഉണ്ടാവുള്ളൂ, പക്ഷെ ഇത് വായിക്കാൻ സമ്മതിക്കുകയില്ല. അഥവാ നിങ്ങളൊരു പള്ളിക്കൂടത്തിൽ പഠിക്കുന്ന കുട്ടികൾ പുസ്തകം എടുത്ത് വായിച്ചാലേ, ഞാൻ ഇച്ചിരി പണ്ടത്തെ കാര്യമൊക്കെ പറഞ്ഞാലേ, ചിലപ്പോൾ വായിക്കുമ്പം ഒത്തിരി പഠിക്കണം, ഉറക്കം വരും. കണ്ണിനകത്ത് ഉള്ളി എടുത്ത് ഞെരടി പഠിച്ച കാര്യം ഓർമ്മയുണ്ട? എങ്ങനെ കണ്ണ് തുറന്നിരുന്ന് വായിക്കണം, പഠിക്കണം. കട്ടിയുള്ള പാഠമാണെങ്കിലും പഠിച്ചല്ലേ ഒക്കുള്ളൂ. ഈ പുസ്തകം വായിച്ച് തുടങ്ങുമ്പോൾ തന്നെ മയക്കം വരുമല്ലോ. എത്ര അധ്യായം വായിക്കാൻ പറ്റും കുത്തിയിരുന്നു? അപൂർവം ചിലരല്ലേ ഉള്ളൂ ചില നീട്ടി വായിക്കുന്നത്. ബാക്കിയുള്ള ആളുകൾക്ക് പുസ്തകം വായിക്കുമ്പോൾ ഉറക്കം വരുമല്ലോ. സാധാരണ ഉറക്കം വരാത്ത പുള്ളിക്കും ഇത് വായിക്കുമ്പോൾ ഉറക്കം വരുമല്ലോ. എന്താ കാര്യം? നിങ്ങളെ ഉറക്കുന്ന പുള്ളി, നിങ്ങളിത് വായിക്കരുത് നിർബന്ധമുള്ള പുള്ളി നിങ്ങൾക്ക് ഉറക്കം കൊടുത്തതല്ലേ? ഞാനീ പറഞ്ഞ ചുമ്മാ പറയുന്നതാണോ അതോ വ്യാപകമായിട്ടുള്ള പ്രശ്നമാണോ ഇതൊക്കെ? ജീസസ്. ഇത് വായിച്ചാൽ നിത്യജീവൻ കിട്ടും. ഇത് വായിച്ച പാപത്തിന്റെ കെട്ടുപൊട്ടും. ഇത് വായിച്ചാൽ പിശാചിന്റെ രാജ്യത്ത് നിന്ന് പുറത്തു പോവാണ്. അയാളുടെ രാജ്യത്തിന് ചോർച്ചയുണ്ടാവും. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ആളുകൾ രക്ഷിക്കപ്പെടും, ആളുകൾ സ്നാനപ്പെടും, ആളുകൾ വിശുദ്ധരായി വേർപെട്ട് വരും. ഈ പുസ്തകം ചെന്നിടത്തെല്ലാം ഇതിന് ചെയ്യാനുണ്ടായിരുന്ന പ്രവൃത്തി അതാണ്. ഇതാണ് ഇന്നാട്ടിൽ സംഭവിച്ചത്. ഈ വചനം കേട്ടതല്ലേ നിങ്ങൾ വിശ്വാസത്തിൽ വരാൻ കാരണം, പാപം വിട്ടുതിരിയാൻ കാരണം, അശുദ്ധി മാറാൻ കാരണം. ഈ സത്യവചനം നിങ്ങൾ അറിഞ്ഞതല്ലേ?
ദൈവം കണ്ണ് തുറന്നു തന്നപ്പോഴല്ലേ ഇത് കണ്ടുള്ളൂ. നേരത്തെ ഇത് കണ്ടില്ലല്ലോ, അറിഞ്ഞില്ലല്ലോ, അന്ന് ഇത് തലയ്ക്കകത്ത് കയറിയില്ലല്ലോ. അന്നും ഇതേ മലയാളമാണ്. എന്നിട്ടും തലയ്ക്കകത്ത് കയറാതെ നമ്മെ മയക്കി വെച്ചിരുന്നിടത്ത് യേശു ക്രിസ്തുവിന്റെ ശക്തിയും പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയും ഒരു ദിവസം ഇറങ്ങി വന്ന് നമ്മുടെ ബുദ്ധിയെ തുറന്നപ്പോ സത്യം തിരിച്ചറിയാൻ നമുക്ക് കൃപയുണ്ടായി. നമ്മൾ അയാളുടെ രാജ്യത്തു നിന്ന് പുറത്തു വന്നു. നമ്മുടെ സ്വഭാവത്തെ വികലമാക്കിയ രാജ്യത്തു നിന്ന് പുറത്തു വന്നു. നമ്മെ പാതാളത്തിൽ കൊണ്ടുപോകുന്ന അയാളുടെ ചരക്കിൽ നിന്ന് പുറത്തു വന്നു. അയാളുടെ വഞ്ചന തിരിച്ചറിഞ്ഞു. അയാളുടെ കൂടെ കൂടിയാൽ പാതാളത്തിൽ പോകുമെന്ന് ബോധ്യമായി. എന്നിട്ട് നമ്മൾ പറഞ്ഞ പിശാചൻ നിന്റെ കൂടെ മേല വരില്ല, നിന്റെ കൂടെ മേല വരില്ല. നീ നശിപ്പിക്കുന്നവനാണ്, നീ മുടിക്കുന്നവനാണ്, എനിക്ക് കേടുവരുത്തി, നാശം വരുത്തി, സ്വസ്ഥത കളഞ്ഞു, എന്നെ പാതാളത്തിൽ കൊണ്ടുപോകാൻ നീ വലിച്ചോണ്ട് പോവുകയാണ്. നിന്റെ കയറും പൊട്ടിച്ച് ദാ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ഇതാ പുറത്തു പോകുന്നു, ഞാൻ സ്വർഗത്തിൽ പോകുന്നു, നിന്റെ കൂടെ വരില്ല, നിന്റെ കൂടെ വന്നാൽ മുടിയും, അതുകൊണ്ട് ഞാൻ നിത്യജീവന്റെ വഴിക്ക് പോകുന്നു എന്ന് പറയാൻ. ഹല്ലേലൂയ, ആമേൻ. അപ്പോ അയാളുടെ ചരക്കിനെ ചേർത്ത് വയ്ക്കണം. നമ്മുടെ ജോലി പറഞ്ഞാൽ ആളുകളുടെ കണ്ണു തുറന്നു കൊടുക്കണം. ബാക്കിയെല്ലാം ഇന്ന് എടുക്കുന്നില്ല, പിന്നെ എടുത്തോളാം. പ്രവൃത്തി പുസ്തകം 26-ാം അധ്യായത്തിൽ അങ്ങനെയാണ് പൗലോസിനോട് പറഞ്ഞത്. ആളുകളുടെ കണ്ണു തുറക്കാൻ നിന്നെ നിയമിച്ചിരിക്കുന്നു. സുവിശേഷത്തിന്റെ സത്യം കാണാൻ മേലാതെ കണ്ണ് മറ്റേ കുത്തിപ്പൊട്ടിച്ച് വെച്ചിരിക്കല്ലേ, അവിടെ ചെന്ന് സൗഖ്യമാക്കി കൊടുക്കാൻ, വിടുവിച്ചു കൊടുക്കാൻ. അങ്ങനെ ആത്മീയ ശുശ്രൂഷയുണ്ട് കേട്ടോ. എടുത്തു പറയുന്നു, ചില കുടുംബങ്ങളിൽ വർഷങ്ങളായിട്ടും ആളുകൾ രക്ഷിക്കപ്പെടാതെ, ഒരാൾ രക്ഷിക്കപ്പെട്ടിട്ട് മറ്റേയാൾ രക്ഷിക്കപ്പെടാതെ ഇന്നും നിൽക്കുന്ന കാലങ്ങളായ കുടുംബങ്ങളില്ലേ, ഇല്ലേ? നിങ്ങൾ പറയും ഞാൻ ഒറ്റ ഒരാൾ മാത്രമേ വിശ്വാസി വന്നുള്ളൂ വീട്ടിൽ എന്ന് നിങ്ങൾ പറയും. മതിയോ? നിങ്ങളുടെ ഭർത്താവും കൂടെ സ്വർഗത്തിൽ പോകണ്ടേ? പോണ്ടേ? മക്കളും കൂടെ പോണ്ടേ? അവരുടെ കണ്ണ് ഇതുവരെ തുറന്നിട്ടില്ല. അതിൻ്റെ ആത്മീക ശുശ്രൂഷയുണ്ട്. ആ ആത്മീക ശുശ്രൂഷ എന്നുള്ളത് പിശാച് അടച്ചു വെച്ച കൈ അങ്ങോട്ട് അയാളുടെ കണ്ണും പൊത്തി വെച്ചിരിക്കുകയാണ്. ചെന്ന് പറയുകയാണ്, പിശാചെ കൈയെടുത്ത് മാറ്റിക്കോളാം, നിന്റെ ആ വീട്ടിൽ നിന്റെ കൈയെടുത്ത് മാറ്റിക്കോളാം, ആ കണ്ണിൽ നിന്ന് കൈയെടുത്ത് മാറ്റിക്കോണം. യേശുക്രിസ്തുവിൻ നാമത്തിൽ കാഴ്ച ഉണ്ടാകട്ടെ, യേശുക്രിസ്തുവിൻ നാമത്തിൽ ഹൃദയം തുറന്നു വരട്ടെ എന്ന് പറയുന്ന ആത്മീയ അധികാരത്തിന്റെ ഒരു ശുശ്രൂഷയുണ്ട് എന്ന് ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയും. ബലവാനെ പിടിച്ചു കെട്ടണം. അതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ബലവാനെ പിടിച്ചു കെട്ടണം. കണ്ണും കുത്തിപ്പൊട്ടിച്ച് കയ്യും പൊത്തി വെച്ചിരിക്കുന്ന നിന്റെ കൈയെടുത്ത് മാറ്റൂ എന്ന അധികാരത്തോടെ പറയാൻ ഉള്ള ആത്മീക ശിശു, അതിന്റെ പേരാണ് ആത്മീക യുദ്ധം. അയാളുടെ ചരക്കും കൊണ്ടൊക്കെ അവിടെ ഇരിക്കും, പക്ഷെ അതിന്റെ മേൽ ജയം എടുക്കുന്ന ആത്മീക പ്രവൃത്തി ഉണ്ടെന്നും രാത്രി ഇത് പറഞ്ഞു നിർത്തുന്നു. കുടുംബങ്ങളിൽ ആളുകൾ ഇന്ന് വരെ പുറത്തു വരാതെ കിടപ്പില്ലേ? ഒരു നടപടി എടുക്കാമോ? ഒരു തീരുമാനം എടുക്കാവോ? എനിക്കൊരു കൃപ വേണം, കണ്ണ് തുറക്കുന്ന ഒരു കൃപ വേണം, ഹൃദയദൃഷ്ടികളെ പ്രകാശിപ്പിക്കുന്ന ആത്മാധികാരത്തിന്റെ ഒരു കൃപ വേണം. കർത്താവിന് വേണ്ടി അങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കണം. സ്തോത്രം. വിചാരം പറഞ്ഞാൽ ഇഷ്ടമല്ലായിരിക്കും, എന്നാലും കൂടെ കിടക്കുമ്പോഴേ ശരീരത്തൊന്നും തൊട്ടുമ്പോൾ അയാൾ കേൾക്കാതെ പറഞ്ഞേച്ചാൽ മതി, ഇയാളുടെ കൈ മേത്തുനിന്ന് പിശാചെ കൈയെടുത്ത് മാറ്റിക്കണം. വിശ്വസിക്കാൻ സമ്മതിക്കാതെ ഇന്ന് വരെ അടച്ചു വെച്ചിരിക്കുന്ന ഹൃദയം തുറന്നു വരട്ടെ എന്ന് നിങ്ങളുടെ കിടക്കയിൽ കിടന്നുകൊണ്ട് അധികാരത്തോടെ പറഞ്ഞാൽ, ഈ ആകാശമണ്ഡലത്തിന്റെ മേൽ നമുക്ക് അധികാരമുണ്ട്, ഈ വായുമണ്ഡലത്തിന്റെ മേൽ നമുക്ക് അധികാരം ഉണ്ട്, പിശാചിന്റെ പാതാള ലോകത്തിന്റെ മേൽ നമുക്ക് അധികാരം ഉണ്ട്. ആ പ്രവൃത്തിക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ പറയും, ഇതാണ് ആത്മയുദ്ധം എന്ന് പറയുന്നത്. അത് ചെയ്യാൻ ഇന്ന് രാത്രി നിങ്ങൾ ഞാൻ ആഹ്വാനം ചെയ്യും. യേശുവിന്റെ നാമത്തിൽ ജയം നമുക്ക്
ഉണ്ട്. ഇന്ന് രാത്രി അതൊന്ന് പറയാൻ പറ്റുമോ? യേശുക്രിസ്തുവിൻ നാമത്തിൽ ജയം നമുക്ക് ഉണ്ട്. ഒന്നുകൂടെ പറ, യേശുക്രിസ്തുവിൻ നാമത്തിൽ ജയം നമുക്ക് ഉണ്ട്. യേശുക്രിസ്തുവിൻ നാമത്തിൽ എൻ്റെ വീട്ടിൽ ജയം എനിക്ക് ഉണ്ട്. യേശുക്രിസ്തുവിൻ നാമത്തിൽ അവിശ്വാസത്തിൻ്റെ മേൽ എൻ്റെ വീട്ടിൽ ജയം ഉണ്ട്. പിശാച് കൊണ്ടുവന്ന പാതാള ചരക്കിൻ്റെ മേൽ എനിക്ക് ജയം ഉണ്ട്. ആത്മാധികാരത്തിൽ, അതിനെക്കുറിച്ച് നമ്മൾ പിന്നെ പറയും വിശദമായിട്ട്. ആത്മാധികാരത്തിൻ്റെ ജീവിതത്തിലേക്കും ശുശ്രൂഷയിലേക്കും സഭ കടക്കണം. ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇന്ന് വരെ ഒതുങ്ങിയിരുന്ന മണ്ഡലം ഇന്ന് രാത്രി മാറണം. ഇത്രയൊക്കെ പറ്റുള്ളൂ. അവരാരും വിശ്വസിക്കുകയില്ല. അങ്ങനെയൊക്കെയാണ്, ആ പാരമ്പര്യമാണ്, ഈ പാരമ്പര്യമാണ്, അതൊക്കെ താത്തു വെക്കുന്നേ. ആ ദൈവത്തിൻ്റെ വചനം പറയുന്ന ആത്മകൃപയിലേക്ക് വന്നു വെച്ച് അധികാരത്തോടെ കയറി ചെന്ന് ചെറുക്കുക മാത്രമല്ല, പിശാചിൻ്റെ പ്രവൃത്തികളെ കീഴടക്കി അങ്ങോട്ട് കയറി പിടിച്ചടക്കി ഹൃദയം തുറന്നോരിട്ടെന്ന് പറയൂ. അങ്ങനെ പറയാൻ ചില വീട്ടിൽ കയറി പോവും. ആത്മാവ് പറയുമ്പോൾ കയറി പോവും. പലപ്പോഴും കയറി മേലെ ഇവിടെ കയറണമെന്ന് പറഞ്ഞ് വിടായിരിക്കാം. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ളവൻ പറയുന്നു ഈ കയറാൻ. കയറൂ, വിടുവിച്ചെടുക്കൂ, സ്വാതന്ത്ര്യം വരുത്തൂ. ആമേൻ. ഒന്ന് എഴുന്നേറ്റിക്കോ. സ്തോത്രം. ചെറുത്തു നിൽപ്പിനോടൊപ്പം ആളുകളെ സ്വതന്ത്രമാക്കുന്ന, പിശാചിന്റെ രാജ്യത്തിൽ നിന്ന് സ്വതന്ത്രമാക്കുന്ന ഒരാത്മപ്രവൃത്തിയുള്ളത് യുദ്ധമാണ്. അതിന് ഞാൻ വരുന്നു. എൻ്റെ വീടിനെ ഞാൻ സംരക്ഷിക്കും. എന്നെ കാത്തുകൊള്ളും. എൻ്റെ സഭയിലും ഞാനൊരു പട്ടാളക്കാരനായിട്ട്, ദൈവത്തിൻ്റെ പട്ടാളക്കാരനായിട്ട് എൻ്റെ പള്ളി പോകും. കയറി വന്ന് നാശം വിതയ്ക്കാൻ, വിഷവിത്ത് വിതയ്ക്കാൻ നിൽക്കുന്ന ദുഷ്ടപിശാചിന്റെ സകല ചരക്കുകളെയും വിത്തുകളെയും നശിപ്പിച്ച് ഉന്മൂലനം ചെയ്ത് ദൈവത്തിന്റെ സത്യവിത്ത് വിതപ്പിക്കുന്ന ഒരു സ്ഥിതി, ഒരനുഭവം. അതിന് ഞാൻ വരുന്നു എന്ന് പറയാൻ രാത്രിന് തയ്യാറുണ്ടെങ്കിൽ തയ്യാറുള്ളൂ. നിങ്ങൾക്ക് ജയമുണ്ടെന്നേ. ഒന്നുകൂടെ വിളിച്ചപ്പോൾ നിങ്ങൾക്ക് ജയമുണ്ട്. നിങ്ങൾ പ്രതിരോധിച്ചാൽ അതിനെ തട്ടി മാറ്റി ഇപ്പുറത്ത് കയറാനുള്ള ശക്തി അവന്റെ പക്കൽ ഇല്ല. ഇല്ല. അതിന് തക്ക ശക്തിയുള്ള ആയുധമുണ്ട്. ഇത്രയും നാളും കയറി നാശം ചെയ്തു. ഇന്ന് രാത്രി അതിനോട് ഒന്ന് തിരിച്ചു പറയാവോ? മേലെ സമ്മതിക്കില്ല. പറയാൻ പറ്റുമോ? പറ്റുമെങ്കിൽ പറയും. മേലെ സമ്മതിക്കില്ല. ജീസസ് എന്ന് മാത്രമല്ല, ഒന്നുകൂടെ ഞാൻ വിളിച്ചു പറയും. കുറഞ്ഞ പക്ഷം കുടുംബത്തിലെ കാര്യമെങ്കിലും ഇന്ന് രാത്രി ഒന്ന് പറ. എൻ്റെ കുടുംബത്തിൽ കാലങ്ങളായിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടും സുവിശേഷം പറഞ്ഞിട്ടും ആ വിശ്വസിക്കാത്ത ഹൃദയങ്ങൾ, ആ കണ്ണടച്ചു വെച്ചിരിക്കുന്ന സ്ഥിതി യേശുക്രിസ്തുവിൻ നാമത്തിൽ നീങ്ങുന്നു. കണ്ണു ഉറക്കാൻ എന്നെ പറഞ്ഞു വിട്ടിരിക്കുന്നു. അതിനുള്ള അധികാരം കൊണ്ട് തന്നു വിട്ടിരിക്കുന്നു. ആ കണ്ണിന് പുരട്ടാനുള്ള മരുന്നും തന്നു വിട്ടിരിക്കുന്നു. അത് ഞാൻ ചെയ്യാൻ പോവാണ്. പറയാൻ തയ്യാറുണ്ടെങ്കിൽ പറയൂ. പറയുന്നേ, നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിക്കാൻ പോകുന്ന അത്ഭുതം കണ്ടോളൂ. ഞാനീ പറഞ്ഞ വലിയ ആത്മാധികാരത്തിന്റെ മണ്ഡലമാണ്. അങ്ങനെ മണ്ഡലം ഉണ്ട്, 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 ഉണ്ട്. സ്വതന്ത്രമാക്കാൻ, എന്റെ ഭർത്താവിനെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ, എന്റെ ഭാര്യ ഇതുവരെ മത്സരിച്ച് നിൽക്കുന്നു, അവളുടെ മത്സരത്തിന്റെ ആത്മാവ് ഇല്ലായ്മ ചെയ്ത് സ്വതന്ത്രമാക്കാൻ
ദൈവത്തിന്റെ പട്ടാളക്കാരൻ വരുന്നു. ദൈവത്തിന്റെ പട്ടാളക്കാരൻ വരുന്നു. പിശാചിന്റെ ശക്തികളെ പുറത്താക്കാൻ, അവന്റെ ഏജന്റന്മാരെ പുറത്താക്കാൻ, ദുർഭൂതാത്മാക്കളുടെ വ്യാപാരത്തെ പുറത്താക്കാൻ, പിടിച്ച് പുറത്താക്കാൻ ദൈവത്തിന്റെ പട്ടാളം വരുന്നു. അങ്ങനെ പട്ടാളക്കാർ ചേരാൻ മനസ്സുള്ളവർ രാത്രി സമർപ്പിച്ചു കൊടുത്തോളൂ. റിയലായി ദൈവത്തിന്റെ പട്ടാളമുണ്ട്, സ്വർഗീയ സേനയുണ്ട്, ആത്മസേനയുണ്ട്. ഭൂമിയിലെ ആയുധം കൊണ്ടല്ല അവർ നടക്കുന്നത്, സ്വർഗീയ ആയുധം കൊണ്ട്, ഈ വചനമെന്ന ആയുധം കൊണ്ട്, പരിശുദ്ധാത്മാവെന്ന ആയുധം കൊണ്ട്, സൗഖ്യമാക്കുന്ന ആയുധം കൊണ്ട്, വിടുവിക്കുന്ന ആയുധം കൊണ്ട്, നശിപ്പിക്കുന്നതല്ല സ്വതന്ത്രമാക്കുന്ന ആയുധം കൊണ്ട്. Jesus, 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 Jesus. സർവ്വസമയം ആത്മാവിൽ തന്നെ പ്രാർത്ഥിച്ചു ആരാധിച്ചതിനുള്ള ശക്തി കരസ്ഥമാക്കൂ. വിശ്വാസം സ്വീകരിക്കൂ, ധൈര്യത്തോടെ വിശ്വാസം സ്വീകരിക്കൂ. ഓ രമന ശന്തരേ, ഓ